हरे कृष्णा माता जी। हरे कृष्णा। हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तु ते। तप्तकाञ्चन गौराङ्गी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिया। जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। श्री श्री राधा गोविंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। हरे कृष्णा हरे कृष्णा। ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരുവിന്റെ ഭക്തി ശാസ്ത്രി ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം, എല്ലാവർക്കും പ്രണാമം. നമ്മള് 13ാമത്തെ അധ്യായമാണ് മൊഡ്യൂൾ 3 നോക്കുന്നത്. അത് പകുതിയോളം നമ്മൾ നോക്കിയതാണ്. അപ്പൊ അതില് 1-2 സംശയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയാൽ മതിയോ? ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മൃതിയെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രുതി എന്ന് പറയുന്നത് നേരിട്ടുള്ള വെളിപാടുകളാണ്. എന്നാൽ സ്മൃതി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഋഷിമാര് ഓർത്തു വെച്ചിട്ട് പിന്നീട് എഴുതിയ നിയമങ്ങള്, ആചാരങ്ങള്, ധാർമ്മിക ഉപദേശങ്ങള്, കഥകള് തുടങ്ങിയ ഒക്കെ ഉൾപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഉദാഹരണത്തിന് ധർമ്മശാസ്ത്രം തന്നെയാണത്. ഉദാഹരണത്തിന് മനുസ്മൃതി, പിന്നെ ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണം, മഹാഭാരതം, പുരാണങ്ങള്, ഇതൊക്കെയും സ്മൃതി എന്ന് പറഞ്ഞ സാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. വ്യക്തിഗതവും സാമൂഹികവുമായിട്ടുള്ള ധർമ്മങ്ങളെയും പെരുമാറ്റ ചട്ടങ്ങളെയും കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ നൽകുന്നത്. ഉദാഹരണമായിട്ട് മനുസ്മൃതിയിൽ പറയുന്നുണ്ട് അല്ലെ, എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറെ വ്യാഖ്യാതാക്കളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിന് മുമ്പത്തെ വരികൾ അവര് മറന്നുകൊണ്ടാണ്. മുമ്പത്തെ വരിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പിതാ രക്ഷതി കൗമാരെ, ഭർത്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അങ്ങനെയാണ്. അപ്പോ സ്ത്രീ എന്ന് പറയണത് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, എപ്പോഴും സംരക്ഷണം വേണ്ടവളാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവളല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓരോന്നുമാണ് സ്മൃതികളിലുള്ളത്. ഇപ്പോ ശ്രുതി എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് വന്ന അറിവാണ്. അത് കേട്ടിട്ട് പരമ്പരയായിട്ട് വാമൊഴിയായിട്ട് ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ വന്നു ശ്രുതി. സ്മൃതി അങ്ങനെയല്ല, ലിഖിതമായിട്ട് ഉള്ളതാ, ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതി വെച്ചിട്ടുള്ളത് സ്മൃതി എന്നുള്ള സാഹിത്യം. ഇപ്പൊ വിജ്ഞാന ശാഖകൾ 2 ഉണ്ട്, ശ്രുതി, സ്മൃതി. അതാണ് സ്മൃതി എന്നുള്ളത്. ക്ലിയർ ആയോ? വേദങ്ങൾ ശ്രുതിയല്ലേ മാതാജി? വേദങ്ങൾ ശ്രുതികളാ. പിന്നെ വേറൊരു ചോദ്യം വന്നിട്ടില്ലേ? പ്രഭു പ്രജീഷ് പ്രഭു വന്നിട്ടുണ്ടോ? പ്രഭു ഉണ്ട്. അദ്ദേഹമാണ് ചോദ്യം ചോദിച്ചത്. അതായത് അതെ, ക്ഷേത്രം ഇപ്പോഴെന്തുകൊണ്ട് ചോദിച്ചു, അങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോ നമ്മളിപ്പോഴാണ് ഈ ജ്ഞാന യോഗം എന്നുള്ള 13ാം അധ്യായം തുടങ്ങിയിട്ട് കാണുന്നത് അല്ലെ. അപ്പൊ അർജുനൻ ഒന്നും അറിയാത്ത ആളല്ല. അപ്പൊ അർജുനന് ജീവന്റെ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് അറിയണം.
ജീവൻ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ കാരണങ്ങൾ അറിയണം. ഇപ്പൊ ബോഡി എന്ന ടേം അതുകൊണ്ട് അർജുനൻ സാറ്റിസ്ഫൈഡ് അല്ല. ജീവന് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണം. അതിനാണ് ക്ഷേത്രം എന്നുള്ള ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് എല്ലാം അറിയണം. ഭഗവാൻ അതിനിപ്പോ 6-7 ശ്ലോകങ്ങളിൽ മറുപടി ആയിട്ട് പറയുന്നുണ്ട്. ജീവാത്മാവ് സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും പ്രവർത്തിക്കുന്ന മേഖലകള്, ഇന്ദ്രിയങ്ങള്, മനസ്സ്, വികാരം, ഇതിനെയെല്ലാം കുറിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടിയിട്ട് കുറിക്കുന്ന ഒരു വാക്കാണ് ക്ഷേത്രം എന്നുള്ളത്. അപ്പൊ ശരീരം എന്ന് പറയുമ്പോൾ ഭൗതിക ശരീരം മാത്രമേ ആവണുള്ളൂ. അതാണ് ഇവിടെ ഈ ക്ഷേത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം. ക്ലിയർ ആയോ പ്രഭു? ഹരേ കൃഷ്ണ മതി. അതെ മതി. ക്ലിയർ ആയി. ഹരേ കൃഷ്ണ. അപ്പോ പിന്നെ നമുക്ക് 18ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ ആ ക്ഷേത്രജ്ഞനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് 18ാമത്തെ ശ്ലോകം. ജ്യോതിഷാമഭിത ജ്യോതി സ്തമസ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. അദ്ദേഹമാണ് സർവജ്യോതിസുകളുടെയും സ്രോതസ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടുന്നതും അറിവിന്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്. പരമാത്മാവായ ഭഗവാനാണ് എല്ലാത്തിനും എല്ലാത്തിനും ജ്യോതിസായിട്ട് ഇരിക്കുന്നത്, പ്രകാശത്തിന് അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ലോകങ്ങളിലെ സൂര്യചന്ദ്രാദികളോ അഗ്നിയോ വൈദ്യുതിയോ ഒന്നും വെളിച്ചം കൊടുക്കേണ്ടതില്ല അല്ലെ. ഭൗതിക പ്രപഞ്ചത്തിലെ ഭഗവാന്റെ ആത്മീയ തേജസ് ബ്രഹ്മജ്യോതി അത് മഹത്തത്വം എന്നുള്ള ഭൗതിക പദാർത്ഥങ്ങളാലെ മൂടിക്കിടക്കാണ് ഈ ഭൗതിക ലോകത്തില്. അപ്പോ എന്താണ് മഹത്തത്വം എന്ന് പറഞ്ഞാല് പ്രേമാഞ്ജന പ്രഭു അതൊന്ന് നിർവചിക്കാമോ? മഹത്തത്വം കേൾക്കുന്നില്ല പ്രഭു, അൺമ്യൂട്ട് ചെയ്യൂ പ്രഭു, അൺമ്യൂട്ട്. കൃഷ്ണ, മഹത്തത്വം എന്ന് പറയാ നമ്മുടെ സൃഷ്ടിക്ക് വേണ്ടി വിഷ്ണു 3ആയി വിസ്തരിച്ചപ്പോൾ കാരണോദ്ദേശായ വിഷ്ണുവിന്റെ ഒരു നോട്ടത്തിലൂടെ ആത്മീയ ആകാശത്തിന്റെ ഒരു കോണിൽ മഹത്വത്വം സൃഷ്ടിച്ചു. ആ മഹത്വത്വത്തിൽ നമ്മൾ ഈ സൃഷ്ടിക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ 24 ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കി. ആ ആത്മീയാകാശത്തിലിരിക്കുന്ന ആ ഭാഗത്തിനാണ്, അവിടെയാണ് വിഷ്ണു കാരണോദ്ദേശകായ വിഷ്ണുവായിട്ട് പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നത്. മഹത്വത്തിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സൃഷ്ടിച്ചു. അതിനുശേഷം കാരണസമുദ്രത്തിൽ കിടന്നുകൊണ്ട് പ്രഭു വിഷ്ണു മഹത്വത്വം പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. നമ്മുടെ ഗോലോക ചാർട്ടിൽ ഇത് ഇവിടെയാണ് മഹത്തത്വം എന്ന് എഴുതിയിട്ടുള്ളത്. അതെ, ആത്മീയാകാശത്തിന്റെ കോണിൽ, അതാണ് പറഞ്ഞത്, ആത്മീയാകാശത്തിന്റെ ഒരു കോണിലെന്നാണ് ശ്രീമദ് ഭാഗവത്തില് 2ാമത്തെ സ്കന്ധത്തിലെങ്ങാണ്ട് ഈ മഹത്വത്തെ വിവരിക്കുന്നുണ്ട്. അതിൽ ആത്മീയാകാശത്തിന്റെ ഒരു കോണിൽ വിഷ്ണുവിന്റെ നോട്ടം കൊണ്ട് ഈ മഹത്വത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഈ 24 ഇൻഗ്രീഡിയൻസ്. അപ്പൊ അത് ഈ ഒരു ഭാഗത്തിൽ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ മഹത്വത്വം മറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഭൗതിക പ്രകൃതിയിൽ ഭഗവാന്റെ എഫിഡിയൻസ് കിട്ടാത്തത്. അതെ, അത് 683ാമത്തെ പേജിൽ തന്നെ ഉണ്ട്. മഹത്തത്വം എന്ന ഭൗതിക പദാർത്ഥങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ് എന്ന്. ഭൗതിക പ്രപഞ്ചത്തിലെ ഭഗവാന്റെ ആത്മീയ മഹത്വത്വം തന്നെ പ്രത്യേകം പറയുന്നത്. മഹത്വത്വം കൊണ്ട് മൂടിക്കൊണ്ട് കവർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവത് ധാമത്തില് സൂര്യചന്ദ്രന്മാരോ അല്ല അങ്ങനെയുള്ള പ്രകാശങ്ങളൊന്നും ആവശ്യമില്ല. ഭഗവാന്റെ ശരീരത്തിലെ എഫിഡിയൻസ് കൊണ്ടാണ് അവിടെ പ്രകാശം കിട്ടുന്നത്. പക്ഷെ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് വൈദ്യുതിയോ അല്ലെ സൂര്യചന്ദ്രന്മാരോ ആശ്രയിക്കേണ്ടി വരുന്നത് ഈ മഹത്വത്വം ഭഗവാന്റെ എഫിഡിയൻസ് മറച്ചു വെച്ചുകൊണ്ടാണെന്ന് പറയും. താങ്ക് യു പ്രഭുജി, അതന്നെയാണ് ശരിയായിട്ടുള്ളത്. താങ്ക് യു. അങ്ങനെയാണ്
അപ്പൊ അവിടെ നമുക്ക് അതുകൊണ്ടാണ് ചന്ദ്രൻ, വൈദ്യുതി, ഇതൊക്കെ സൂര്യന്മാരെയൊക്കെ ആവശ്യമായി വരുന്നത്. ആധ്യാത്മിക ലോകത്തിന് ഇവയൊന്നും ആവശ്യമില്ല. അവിടുത്തെ പ്രഭാപൂരം കൊണ്ട് സർവസ്വവും പ്രകാശമാനമാകുന്നു എന്ന് വൈദിക സാഹിത്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ സ്ഥിതി ഈ ഭൗതിക ലോകത്തിലല്ല എന്ന് ഇതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. ഓരോരുത്തരുടെയും ഹൃദയത്തില് പരമ നിയന്താവെന്ന നിലയിൽ ഭഗവാൻ സ്ഥിതി ചെയ്യണ്ടേ നമ്മൾ പഠിച്ചു. അവിടുത്തെ എണ്ണമറ്റ കൈകാലുകള് ഏതിടത്തുമുണ്ട് അല്ലെ? അതും നമ്മൾ മനസ്സിലാക്കി. വ്യക്തിഗത ജീവാത്മാവിനെ പറ്റി ഇത് പറയാൻ പറ്റില്ല. വ്യക്തിഗതർക്ക് എന്താ ഉണ്ടാവുക? ഒരു 2 കൈകള് അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ ക്ഷേത്രജ്ഞര് 2 പേരുണ്ട് എന്ന് പറയാം. വ്യക്തിഗത ജീവാത്മാവും പരമാത്മാവും അല്ലെ? അപ്പോ ജീവന് സ്വശരീരത്തില് മാത്രമാണ് കൈകാലുകള്. പരമാത്മാവായ കൃഷ്ണന്റെ കൈകാലുകളോ എവിടെയും സർവത്രയുണ്ട്. സർവസ്യ പ്രഭുമീശാനം സർവസ്യ ശരണം ബൃഹത് എന്ന് ശ്വേതാശ്വേതര ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ പരമപുരുഷനായിട്ടുള്ള ആ പരമാത്മാവ് പ്രഭു സർവജീവികളുടെയും യജമാനനാണ്. അതുകൊണ്ട് തന്നെ അവയുടെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ആശ്രയവും എല്ലാവരുടെയും ആശ്രയം ആരാ? ഭഗവാനാണ് അല്ലെ? ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു തന്നു. എന്താ ഈ ഭഗവത് ധാമത്തിനെ പറ്റിയും എല്ലാം പറഞ്ഞു തന്നു. ഇപ്പൊ മക്കളെ പഠിപ്പില് അവരുടെ ഇഷ്ടത്തിന് വിടുന്ന നല്ലൊരു പിതാവിന്റെ പോലെയാ ഭഗവാൻ. ധാമത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ധാമത്തിലേക്ക് വരാം നിങ്ങൾക്ക്, പക്ഷേ നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്ന പോലെയാ ഭഗവാൻ ഇവിടെ. ഹരേ കൃഷ്ണ. ഭഗവത് ജ്യോതിസ് ഉള്ളത് കൊണ്ട് ആധ്യാത്മിക സാമ്രാജ്യത്തിൽ സൂര്യചന്ദ്രാദികളുടെ ആവശ്യമില്ല. ആധ്യാത്മിക ലോകങ്ങളിലെത്താൻ ആകാംക്ഷയുള്ളവർക്ക് ഭഗവാൻ തന്നെ ജ്ഞാനം നൽകും. ക്ഷേത്രം, ജ്ഞാനം, ജ്ഞേയം എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് ഉപസംഹരിക്കുകയാണ് 19ാമത്തെ ശ്ലോകം. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദ മദ്ഭക്തയേതദ്വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. കർമ്മക്ഷേത്രം എന്ന് പറയുന്ന ശരീരം, ജ്ഞാനം, ജ്ഞേയം എന്നിവയെ പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു. എന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും. ഭഗവാനെ കുറിച്ചിട്ട് അറിയാം അല്ലെ? എന്നിട്ട് പരമപദപ്രാപ്തി നമുക്ക് നേടാൻ പറ്റും. പരിപൂർണമായ ജ്ഞാനം ഗ്രാഹ്യമാകുന്നത് വിശുദ്ധ ഭഗവത് ഭക്തന്മാർക്ക് മാത്രമാണ്. കൃഷ്ണന്റെ പ്രവർത്തനങ്ങളിൽ പ്രജ്ഞയെ കേന്ദ്രീകരിച്ച് സർവവും കൃഷ്ണൻ തന്നെയാണെന്ന ബോധമുണരുകയും ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥ ജ്ഞാനം സിദ്ധിക്കും. ശരീരം, ജ്ഞാനം, ജ്ഞേയം ഇവയെ പറ്റിയൊക്കെ ഭഗവാൻ ചുരുക്കി പ്രതിപാദിച്ചു. 3 വിഷയങ്ങളുടെ സങ്കലനമാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അറിയുന്നവൻ, അറിയേണ്ടത്, അറിവിന്റെ പ്രക്രിയ, ആ 3 ഘടകങ്ങളുടെ സങ്കലനം. ഇത് 3ഉം ചേരുമ്പോൾ വിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനശാസ്ത്രമാകുന്നു. അപ്പൊ പരിപൂർണമായ ജ്ഞാനം ഗ്രാഹ്യമാകുന്നത് ഭഗവത് ഭക്തർക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അത് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഭഗവാനെ അറിയില്ല. അവരെപ്പോഴും ആ അവിശ്വാസത്തിന്റെ ആ ചുറ്റുപാടിൽ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോ അറിയുന്നതിനുള്ള പ്രക്രിയ കർമ്മക്ഷേത്രം, പിന്നെന്താ, അതായത് ശരീരം അറിയുന്നതിനുള്ള പ്രക്രിയ, ജീവാത്മാ, പരമാത്മാക്കൾ എന്നുള്ള വിഷയങ്ങളെയൊക്കെ പ്രതിപാദിച്ചു. ഈ 3 വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ ആർക്കേ പറ്റുള്ളൂ? ഭഗവത് ഭക്തന്മാർക്കേ പറ്റുള്ളൂ എന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഗ്രന്ഥമാണ് നമ്മുടെ ഈ ഭഗവത്ഗീത. അതാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരമലക്ഷ്യമായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നതും ഈ ജ്ഞാനം ആർജിക്കണവർക്ക് മാത്രമാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയുടെ പൊരുൾ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് അഭികാമ്യമായ ഫലം ആർജിക്കാനും അഭക്തർക്ക് സാധ്യാവില്ല എന്ന്. 20ാമത്തെ ശ്ലോകം. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാതി ഉപാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. അപ്പൊ എല്ലാം ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെയാണ് അല്ലെ? അവയുടെ വിഭിന്ന രൂപങ്ങള്, ത്രിഗുണങ്ങള് എല്ലാം. ഇപ്പൊ തിരമാലയുണ്ട്, അതിന്റെ സ്വഭാവത്താലെ തിരമാല എന്ന് പറയണമെന്നേ ഉള്ളൂ. ആക്ച്വലി അത് എന്താണ്? വാസ്തവത്തിൽ അത് കടല് തന്നെയാണ്.
പ്രകൃതി പുരുഷനിൽ ലയിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രളയം ഉണ്ടാവണത്. അത് ചലിച്ചു വരുമ്പോഴോ സൃഷ്ടിയാവണു അത്, അല്ലേ? അപ്പോ ഈ നമ്മൾ ഓരോ പേരുകൾ കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോ എല്ലാ ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും ഒക്കെ അനാദികൾ തന്നെയാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അവയാണ് വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എല്ലാം. ഈ മഹത്തത്വത്തിനെ കുറിച്ചിട്ട് പറയുമ്പോ ഈ മായ എന്ന് പറയണത് ത്രിഗുണത്താലെ ഉണ്ടായിട്ടുള്ളതാണ് മായ എന്നുള്ളത്. മായയിൽ നിന്ന് എന്തുണ്ടായാലും അതിലെല്ലാം തന്നെ ത്രിഗുണങ്ങൾ ഉണ്ടാവും. ഏറ്റക്കുറച്ചിലുണ്ടാവുന്നേ ഉള്ളൂ. മൂന്നും ഒരേ അളവിലൊന്നും ആവണമെന്നില്ല. അപ്പോ ഈ മഹത്തത്വമാണെങ്കിലും അതിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. എങ്കിലും സത്വഗുണ പ്രധാനാണ് ഈ മഹത്തത്വം എന്നുള്ളത്, ബുദ്ധിതത്വം എന്നുള്ളത്. ഇപ്പൊ മായയാലെ ഈ പരബ്രഹ്മത്തിന്റെ പ്രതിബിംബത്തെ പോലെ പ്രകാശിക്കുന്നതാണ് ഈ മഹത്തത്വം. പരബ്രഹ്മത്തിന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. അങ്ങനെ ഇത് എന്താ ഉണ്ടാവണേ, ഈ എന്താ പറയാ, അത് മായയാലെ ഉപാധി ഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് സ്വയം ഇങ്ങനെ പ്രകാശിക്കുമ്പോഴാണ് അത് ജീവാത്മാവാവണത്. ഈ മായ തന്നെ ബുദ്ധി തത്വത്തെ സൃഷ്ടിക്കണത്. അത് അങ്ങനെയാണ് മഹത്തത്വം ഉണ്ടാവണേ എന്നാണ് ഈ നാരായണീയത്തിലെ 5-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് മഹാൻ എന്ന അവിടെ ഒരു വാക്ക് ഉച്ചരിച്ച് അത് മഹത്തത്വത്തിനെയാ പറയണത്. ഹരേ കൃഷ്ണ. മഹത്തത്വം എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാ, അല്ലെ? നിർവചിക്കാൻ ഭയങ്കര വിഷമാ. ഒരു പ്രാവശ്യം പറയണ പോലെയല്ല. എല്ലാത്തിലും ത്രിഗുണങ്ങളാണ്. ഈ എന്താ പറയാ, ഈ പ്രവർത്തനരഹിതമായ മായയാണ് ഭഗവാനിൽ ലയിക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ യോഗനിദ്ര, അതായത് പ്രളയം എന്ന് പറയണത്, യോഗനിദ്രയിലാവുന്നത്. അങ്ങനെ കാലം കഴിയുമ്പോൾ ഭുവനത്രയങ്ങൾ ഉണ്ടാവാൻ ഭഗവാന്റെ ഇച്ഛാശക്തി വരുമ്പോഴാണ് മായ ക്ഷോഭിച്ചിട്ട് കാലകർമ്മ സ്വഭാവങ്ങൾ തെളിഞ്ഞു വരണത്. അപ്പോഴാണ് ഈ ത്രിഗുണങ്ങള് വികസിച്ച് വ്യാപനശീലമുള്ളതായിട്ട് മാറണത്. അങ്ങനെ ആണ് അത് ഭഗവാന്റെ മായയാൽ തന്നെയാണ്. പിന്നെ ഉപാധി ഭേദങ്ങളോടെ ഇങ്ങനെ പ്രതിബിംബമായിട്ടാണ്, ഒരു റിഫ്ലക്ഷൻ പോലെയാണ് പ്രകാശിച്ചിട്ട് ജീവാത്മാക്കൾ ഉണ്ടാവണത്. നല്ലതും മനസ്സിലാവുണ്ടോ? എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് അവര് പറയണേ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പം ഈ 13-ാം അധ്യായം തുടങ്ങിയതിനു ശേഷം സ്ലൈഡുകൾ കുറവാ കാണുന്നത്, അങ്ങനെ വരുന്നതാണോ? അത് എന്താന്നറിയോ, ഇംഗ്ലീഷിലത്തെ ഇത്തവണ തന്നിട്ടില്ല. ഓ, അത് ശരി. ഞാൻ ഇന്നലെ നോക്കുമ്പോ സ്ലൈഡൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലെ കുറെ പോയിന്റ് ഉണ്ടാവുമല്ലോ മാതാജി. അതെ, മൊഡ്യൂള് 2-ല് അങ്ങനെ ഇംഗ്ലീഷിലത്തെ ട്രാൻസ്ലേറ്റഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റഡ് തന്നിട്ടില്ല. മൊഡ്യൂൾ 3-ക്ക് തന്നിട്ടില്ല അത്. ശരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ 20-ാമത്തെ ശ്ലോകം എന്താ നമ്മൾ പഠിച്ചേ? ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമാണ് കർമ്മക്ഷേത്രം എന്ന ശരീരം. 2 ക്ഷേത്രജ്ഞന്മാരുണ്ട്, പരമാത്മാവ്, ജീവാത്മാവ്. ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും ശാശ്വതത്വമുണ്ട്. ഒക്കെ നമുക്കറിയണതാ. ഭൗതിക പ്രകൃതി പരംപുരുഷനിൽ മഹാവിഷ്ണുവിൽ ലയിച്ചു കിടന്നു. സമയം വന്നപ്പോൾ മഹത്തത്വത്തിലൂടെ അത് വെളിപ്പെട്ടു. അപ്പോ ഭഗവാന്റെ യോഗനിദ്ര എന്നൊക്കെ പറയണത് ഇവിടെ. ഭൗതിക പ്രകൃതിയുടെ ആവിർഭാവം അവർക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലേക്കുള്ള പ്രവേശനത്തിന് കളമൊരുക്കാൻ അവസരം നൽകി ജീവാത്മാക്കൾക്കല്ലേ. ഇതാണ് ഭൗതിക സൃഷ്ടിയുടെ രഹസ്യം. ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും ശാശ്വതത്വം ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാം. സൃഷ്ടിക്ക് മുമ്പും അവ ഉണ്ടായിരുന്നു എന്ന് അർത്ഥം. അത് നമുക്ക് ഭാഗവതത്തിലെ അഹമേവ സമേവാഗ്രേ ആ ചതുശ്ലോകിയിൽ നമുക്കറിയാം. ജീവാത്മാക്കളും അങ്ങനെ തന്നെയാണ് പ്രത്യക്ഷീഭവിച്ചത്. ഭൗതിക പ്രകൃതി പരംപുരുഷനിലെ മഹാവിഷ്ണുവിൽ ലയിച്ചു കിടന്നു. പിന്നെ സമയം വന്നപ്പോൾ മഹത്തത്വത്തിലൂടെ അത് വെളിപ്പെട്ടു. അതുപോലെ ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെ ആയിരുന്നു. ജീവസത്തകള് ബദ്ധരായ കാരണം ഭഗവത് സേവനത്തിൽ താല്പര്യം ഇല്ലാണ്ട് വന്നു. അപ്പോഴാണ് പരവ്യോമത്തിൽ പോവാണ്ട് ഇവിടെ ഭൗതിക പ്രകൃതിയുടെ
ആവിർഭാവം നോക്കിയിട്ട് അങ്ങനെ ഇരിക്കണം. അങ്ങനെ പ്രഭവം പ്രളയം വന്നപ്പോ എല്ലാം ഭഗവാനിൽ ലയിച്ചു. പ്രഭവം വന്നപ്പോ അതൊക്കെ പുറത്തു വന്നു അല്ലേ? വീണ്ടും അങ്ങനെ എന്തായാലും മൗലികമായിട്ട് ജീവാത്മാവ് ഭഗവാന്റെ വിഭിന്ന അംശം തന്നെയാണ്. മഹത്തത്വം ഭയങ്കര കൺഫ്യൂസ്ഡ് ആന്നേ, മനസ്സിലാക്കാനൊക്കെ കുറച്ച് വിഷമം. ആർക്കെങ്കിലും മനസ്സിലായോ? പ്രഭുവിന് മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. മഹത്വം ഏകദേശം ഇത്തരത്തില് ഭാഗവത്തിലും ഒക്കെ അതിന് പ്രത്യേകിച്ചിട്ട് അത് ഒരു വലുതായിട്ട് അതിനെപ്പറ്റി വിവരിച്ചിട്ടില്ല, കാണുന്നില്ല. അതിൽ ഇത്ര മാത്രമേ ആ മഹത്വത്തിനെ പറ്റി പറയുന്നുള്ളൂ. അതിലെന്നെ ഈ മഹത്തത്വത്തിൽ തന്നെ എന്താ പറയാ, സത്വഗുണം കൂടുമ്പോ ജീവാത്മാക്കൾക്ക് അഹം എന്ന ബോധം ഉണ്ടാവും, തമോ ഗുണം കൂടുമ്പോ അഹങ്കാരം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനെന്ന വ്യക്തിബോധം എന്ന് പറയുന്നത് ഒരു മൂടുപടമാണ് അല്ലെ? ശരിക്കും എല്ലാം അനുഭവിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള പുരുഷനാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോ എന്തായാലും ഭക്തി മാർഗത്തിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. ബാക്കി ഇങ്ങനെയുള്ള ടെക്നിക്കൽ വേർഡ്സിനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ശരീരവും ജീവനും തന്ന ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാനും ഉണ്ടാവും അല്ലെ? ഭൗതികതയില് മായയില് വെറുതെ ഇങ്ങനെ തിന്നുക, കുറച്ച് ഉറങ്ങുക, അത് മാത്രമാണ് ഇപ്പൊ നമ്മൾ ചെയ്യണത്. അപ്പൊ ഭഗവാൻ എന്താ നമ്മളെ കുറിച്ച് വിചാരിക്കുക? ഈ അന്ധൻ എന്നെ ഒരിക്കൽ പോലും സ്മരിക്കണില്ല എന്ന് അല്ലെ? അപ്പോ നമുക്ക് എന്താ ചെയ്യണ്ടേ? ഭഗവാന് പ്രിയരാവാൻ ശ്രമിക്കുക അല്ലെ? ഈ വിശിഷ്ട ജന്മത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അല്ലാതെ വെറുതെ കുറെ ടെക്നിക്കൽ വേർഡ്സിൽ തൂങ്ങി കിടന്നിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോ നമ്മുടെ ഈ ശ്രേഷ്ഠമായ ജന്മം നമ്മൾ എങ്ങനെ ഭഗവാനെ അറിയാനും പരമപദ പ്രാപ്തിക്കും ഉപയോഗിക്കാം, അതാ നമ്മൾക്ക് അറിയേണ്ടത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ മൂലമാണ് ഈ ശരീരം ഉണ്ടായതെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം നമ്മുടെ കർമ്മവാസനകള്, കർമ്മഫലങ്ങള് ഒക്കെ പ്രകാരമാണ് നമുക്ക് ഓരോരോ നെക്സ്റ്റ് ലൈഫ് കിട്ടണത്. ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപകരണങ്ങളാണ് ഇന്ദ്രിയങ്ങള്. അപ്പൊ ശരീരവും അതിന്റെ ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങളും ഈ ഭൗതിക പ്രകൃതിയുടെ ഉപഹാരങ്ങളാ എന്നാ പറയണേ. തന്റെ ആഗ്രഹങ്ങളും പിന്നെ ഭൂതകാല കർമ്മങ്ങളും അനുസരിച്ചിട്ട് അനുഗ്രഹീതങ്ങളോ ശബ്ദങ്ങളോ ആയ പരിതസ്ഥിതികളാ ഈ ജീവാത്മാവിന് ലഭിക്കുക. തന്റെ ആഗ്രഹങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചാണ് ഓരോ വ്യക്തിയെയും ഭൗതിക പ്രകൃതി തനതായ വാസസ്ഥലങ്ങളിൽ എത്തിക്കണത്. സ്വന്തം വാസസ്ഥാനങ്ങളെയും തനിക്ക് അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെയും ഓരോ ജീവനും സ്വയം തെരഞ്ഞെടുത്തത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ തന്നെയാ നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഒരു പ്രത്യേക തരം ശരീരം സ്വീകരിച്ച ശേഷം ജീവൻ പ്രകൃതിക്ക് അധീനനായിട്ട് തീരാണ്. എന്നുവെച്ചാൽ പ്രകൃതി ഗുണങ്ങൾക്ക് അധീനരായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഏത് ശരീരത്തിലായാലും ചുറ്റുപാടിലായാലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവും ഉണ്ടാവും. അപ്പോ നമ്മൾ പരമാത്മാവിനെ മനസ്സിലാക്കാനാണ് നമ്മളിപ്പോ ഈ ശ്രേഷ്ഠ ജന്മം വിനിയോഗിക്കേണ്ടത്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. 21 കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾ ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. അപ്പൊ നിത്യശുദ്ധ ബുദ്ധ പുരുഷന് സുഖദുഃഖങ്ങൾ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ഈ ജീവൻ ഇതെല്ലാം അനുഭവിക്കുന്നു? അതാ ഇവിടെ പറയണത്. അപ്പോ ഈ ഭൗതിക പ്രകൃതി ഇത് 21-ാമത്തെ അല്ലേ? 21 നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല 20 മുതലാജി 21 തുടങ്ങുന്നു. അപ്പോ നിശ്ചലമായിട്ടുള്ള ആ പുരുഷന്റെ ശക്തി ചലിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നത് അല്ലെ? പ്രകൃതി പ്രപഞ്ചഭാവത്തില് പ്രകൃതിയുടെയും പുരുഷന്റെയും ഒക്കെ പങ്ക് എന്താണ്? അതാ ഇവിടെ 21-ാമത്തെ ശ്ലോകം പറയണത്.
ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണ്. ഈ ലോകത്തിലെ വിവിധ സുഖ ദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയും ആണ്. അപ്പൊ ജീവസത്തയുടെ സുഖദുഃഖങ്ങൾ എങ്ങനെയാ? അവരുടെ കർമ്മങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അനുസരിച്ച് തന്നെയാണ് സംഭവിക്കണത് അല്ലെ? ഭൂതകാല കർമ്മങ്ങള് അല്ലെ, അതൊക്കെ ആഗ്രഹങ്ങള് അതൊക്കെ അനുസരിച്ചിട്ടാണ് നടക്കണത്. ഇവിടെയോ ഓരോ തരത്തിലുള്ള ശരീരത്തിൽ ജീവിക്കണമെന്ന് ഇച്ഛിക്കുന്ന ജീവാത്മാവിന്റെ വ്യത്യസ്ത ഭോഗക്രിയകളിൽ നിന്ന് അവ ഉടൽക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ വരുന്നത്. സ്വന്തം വാസസ്ഥാനങ്ങളെയും തനിക്ക് അനുഭവപ്പെടുന്ന സുഖ ദുഃഖങ്ങളെയും ഓരോ ജീവനും സ്വയം തെരഞ്ഞെടുക്കുകയാണ്. പ്രത്യേകതരം ശരീരം സ്വീകരിച്ചു നമ്മുടെ കർമ്മഫലം തന്നെയാണ് അല്ലെ നമ്മള് ഇവിടെയൊക്കെ എത്താനും ഉള്ള ഇങ്ങനെ ഒരു ശരീരം എടുക്കാനും ഈ സാഹചര്യത്തില് ജീവിക്കാനും ഒക്കെ കാരണം. പന്നിയുടെ ദേഹത്തിലാണ് അകപ്പെട്ടതെങ്കിൽ ഒരു പന്നിയെ പോലെ ജീവിക്കാനും അമേദ്യം ഭക്ഷിക്കാനും നിർബന്ധിതനായിത്തീരുന്നു. ഓരോ സ്പീഷീസിൽ എത്തുമ്പോഴും അതിൻ്റെതായ സ്വഭാവം നമ്മള് സ്വീകരിച്ചേ പറ്റുള്ളൂ, സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇനി 22ാമത്തെ ശ്ലോകം എന്താ പറയണേ? 22ാമത്തെ ശ്ലോകത്തിലാണ് ഈ ബോധവാനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സുഖദുഃഖങ്ങളൊന്നും ഇല്ല അല്ലെ? അപ്പോ അതായത് പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരംഗത്തിലുള്ള ആ ആത്മാവിനെ, ചൈതന്യത്തിനെയാ പറയണേ അല്ലെ? അവര് പക്ഷെ ജീവൻ ഇതെല്ലാം എങ്ങനെയാ അനുഭവിക്കണേ? അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സദസദ്യോനി ജന്മസു. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത് അങ്ങനെ നല്ലതും ചീത്തതുമായ നാനായോനികളിൽ പിറവിയെടുക്കും. അത് നമുക്ക് അറിയണത് തന്നെയാ അല്ലെ? ഭൗതിക പ്രകൃതിയിൽ വന്നപ്പോ ഈ പ്രകൃതിയുടെ പ്രഭാവം കാരണം, ഭൗതിക പ്രകൃതിയുടെ സമ്പർക്കത്താല് നമ്മള് ത്രിഗുണങ്ങള് ഒക്കെ അധീനരായിട്ട് പലതരത്തിലുള്ള ജീവിത രീതി കൈക്കൊണ്ടു അല്ലെ? അപ്പൊ അങ്ങനെ നല്ലതോ ചീത്തയോ ഒക്കെ ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മള് അതിന് തക്കതായിട്ടുള്ള പല പല യോനികളില് പിറവിയെടുക്കേണ്ടതായിട്ടും വരുന്നു. സുപ്രധാനമായിട്ടുള്ള ശ്ലോകമാണിത്. ഇപ്പൊ ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്ന അറിവാണ് ഇവിടെ നൽകുന്നത്. ഉടുപ്പ് മാറുന്നത് പോലെയാണ് അത്ര ജീവാത്മാവ് ശരീരം മാറിയെടുക്കുന്നത്. ഇന്ന് 2ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? വാസാംസി ജീർണാനി നമ്മൾ കണ്ടു. അപ്പോ ഈ വേഷപ്പകർച്ചയ്ക്ക് കാരണം ഭൗതിക ജീവിതത്തിലുള്ള ആസക്തിയാണ്. അങ്ങനെ ആ ഓരോ ഗുണത്തിന് അടിമപ്പെട്ട്, ത്രിഗുണങ്ങളാലെ അടിമപ്പെട്ട് കണ്ട് ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണു. ദിസ് ലൈഫ് ഈസ് ദ പ്രിപ്പറേഷൻ ടു നെക്സ്റ്റ് ലൈഫ് എന്ന് പറയണത്. ഇപ്പൊ ജീവനാണ് എല്ലാം അനുഭവിക്കുന്നത് എന്ന് ലോകത്തിന് തോന്നും, എന്നാൽ അങ്ങനെയല്ല എന്ന്. ഇപ്പോ സൂര്യൻ ഒരു പാത്രത്തിൽ കുറെ പാത്രങ്ങളിൽ വെള്ളം വെച്ചാൽ അതിൽ സൂര്യന്റെ പ്രതിബിംബം കാണാൻ പറ്റും അല്ലെ? അതുപോലെയാണ് ഈ പ്രതിബിംബം. അതായത് വേറൊരു ഉദാഹരണം പറയുമ്പോ മഹാകാശം ഘടാകാശം എന്ന് പറയും. ഘടം എന്നുള്ള കുടം മൺകുടം, ആ ഘടം എന്നുള്ള ഉപാധി അത് പൊട്ടിപ്പോയാല് ഈ ഘടാകാശം എന്നുള്ളത്, ആകാശം എന്നുള്ളതിന് ഇവിടെ സ്പേസ് എന്നാണ് അല്ലെ? നമ്മുടെ ശാസ്ത്രത്തില്, വൈദിക ശാസ്ത്രത്തിലെ ആകാശം എന്ന് പറയണത് സ്പേസ് എന്നാണ് ഉദ്ദേശിക്കണേ. അപ്പോ ആ ഘടാകാശം എന്ന് പറഞ്ഞാൽ, മഹാകാശം എന്ന് പറഞ്ഞാൽ എല്ലാവിടെയും നിറഞ്ഞിരിക്കണ സ്പേസ്. ആ സ്പേസും ഒരു കുടം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുമുണ്ട് ഈ സ്പേസ് എന്ന് പറയണത്. അപ്പോ ഈ ഘടം എന്നുള്ള ഉപാധി പൊട്ടിപ്പോയാല് ഘടാകാശവും മഹാകാശത്തിലേക്ക് ചേരും. അതുപോലെ മരണത്തോടെ നമ്മളുടെ ഈ ജീവൻ ഉണ്ടല്ലോ, അത് പരമാത്മാവിനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങാണ്. ഘടാകാശം പോലെ നമ്മുടെ ഉള്ളില് ജീവൻ. ഈ പുരുഷന്റെ ത്രിഗുണ സംബന്ധത്താലാണ് സുഖ ദുഃഖങ്ങള് അനുഭവിക്കുന്നത് എന്നാണ്. അപ്പോ അതാ ഇവിടെ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു.
ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താല് അങ്ങനെ നല്ലതും ചീത്തയുമായ നാനായോനികളിൽ പിറവിയെടുക്കുന്നു. അപ്പൊ കൃഷ്ണാവബോധം ഉദിക്കാത്തവരെ ഈ ഭൗതികതാബോധം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടെത്തിക്കുക മാത്രമാണ് ചെയ്യണത്. അത് സ്മരണാതീത കാലം മുതൽക്കേ ഓരോരുത്തരിലും അടിഞ്ഞു കിടക്കുന്ന ഈ ഭൗതിക വാഞ്ചകൾ ഉണ്ടല്ലോ, ആഗ്രഹങ്ങള്, ത്വരകള്, അതാണ് ഇതിനൊക്കെ കളമൊരുക്കണത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ ആസക്തികള് ഒക്കെ തുടച്ചു നീക്കണം നമ്മള്. ഇതൊക്കെയും നമ്മൾ അറിവ് കിട്ടണം നമുക്ക് ഇതിനൊക്കെ, അല്ലെ? അജ്ഞാനം കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനിമൃതികൾ എടുത്ത് ഈ ഭൗതികതയിൽ തന്നെ തളച്ചിട്ട് പോകുന്നത്. അപ്പൊ പരമാത്മാവിന്റെ പ്രതിബിംബമായിട്ടുള്ള ജീവാത്മാവ് അപ്പൊ ജലത്തില് പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെയാണെന്ന്. എപ്പോഴും ഈശ്വരനെ മനനം ചെയ്തിട്ട് മനസ്സു ശുദ്ധീകൃതാവുമ്പോൾ ഈശ്വരൻ ഇങ്ങനെ തെളിഞ്ഞു വരും അതില്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ മനസ്സ് പാലാണ് വിചാരിക്കുക, അതില് ഭക്തിയാകുന്ന ഉറ തൊടുക, എന്നിട്ട് മനനമാകുന്ന കടകോല് കൊണ്ട് ഇങ്ങനെ കടഞ്ഞ് എടുക്കുക, അപ്പൊ വെണ്ണ കിട്ടും, അല്ലെ? മനസ്സ് വെണ്ണ വേറിട്ട് നിൽക്കുന്ന പോലെ മനസ്സ് വേറിട്ട് നിൽക്കും. അങ്ങനെ അഹങ്കാരം തീർന്ന ചിത്തം ഉണ്ടാവണം. ആ ചിത്തത്തില് ഭഗവാൻ ഇരിക്കും. ആ ചിത്തത്തിനെ ഭഗവാൻ കൊണ്ടുപോകും എന്നാ പറയാ. ചിത്തചോരൻ എന്നൊക്കെ ഭഗവാനെ അങ്ങനെയാണ് അത്ര പറയണത്. അപ്പൊ നമ്മള് നമുക്ക് ഭക്തി ഉണ്ടാവാനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അജ്ഞത കൊണ്ടാണ് നമ്മളിപ്പോ നമ്മളുടെ കഴിവുകൊണ്ടാണ് എന്നുള്ള എന്താ പറയാ, അഹങ്കാരം, മമത, അല്ലെ, ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഇപ്പൊ വെറുതെ ഈ ജീവിതം വേസ്റ്റ് ആക്കിയിട്ട് കളയണത്. അപ്പൊ അതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ നമുക്ക് ഭഗവാനെ അറിയാം, അതിന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടുക, എന്നിട്ട് പരമപദ പ്രാപ്തിക്കായിട്ട് അനവരതം പ്രയത്നിക്കുക, അല്ലെ? ഭക്തിയുത സേവനം ചെയ്യുക. അതാണ് പ്രഭുപാദ് എല്ലാ ഭാവാർത്ഥത്തിലും വിശദമായിട്ട് പറയണേ. ഭക്തിയുത സേവനം, കൃഷ്ണാവബോധം അങ്ങനെ മാത്ര പറയണേ, അല്ലെ? അപ്പോ ശരിയായ പഠനം കൊണ്ട് ആധ്യാത്മിക ബോധം അതല്ലെങ്കിൽ കൃഷ്ണാവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രീല പ്രഭുപാദ് മുന്നോട്ട് വെക്കുന്ന തത്വം. കൃഷ്ണാവബോധം ഉദിക്കാത്തവരെയാണ് ഈ ഭൗതികത ബോധം കൂടുതലായിട്ട് ബാധിക്കണത്. അങ്ങനെ വരുമ്പോഴാണ് ജനിമൃതികളില് ഉഴലേണ്ടിയും വരുന്നത്. ഏത് രൂപം എടുത്താലും തന്റെ പരിതസ്ഥിതികളുടെ ആധിപത്യം തനിക്ക് തന്നെയാണെന്ന് ജീവൻ കരുതും. ശ്രവണ പ്രക്രിയയ്ക്ക് വിധേയനാകുന്ന ജീവാത്മാവിൽ നിന്ന് ഏറെ കാലമായി തന്നിൽ വേരൂന്നി നിൽക്കുന്ന ആഗ്രഹം ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന വാശി താനെ മാഞ്ഞു പോകും. അങ്ങനെ ശ്രവണ പ്രക്രിയയ്ക്ക് വിധേയനാകുന്ന ജീവാത്മാവ് എന്ന് പറയുന്നത് ശ്രവണം കൊണ്ടാണ്, അല്ലെ? ജ്ഞാനം ഉണ്ടാവണേ ഭഗവാനെ കുറിച്ചിട്ട്. ശ്രവണം കേട്ടിട്ടാ ഭഗവാനെ, അല്ലെ? തത്ത് ശൃണു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ കേട്ടിട്ടാണ് ഭഗവാനെ കുറിച്ച് അറിയണേ. ഭഗവാനെ കുറിച്ചിട്ട് ജ്ഞാനം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഭക്തി ചെയ്യാൻ തോന്നണത്. എന്നാ അപ്പോഴാണ് നമുക്ക് ഈ ഭൗതിക ആസക്തികളൊക്കെ മാറ്റാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകളെ എങ്ങനെ മാറ്റിയാല് ഈശ്വരനെ അനുഭവിക്കാം, അതാണ് 23-ാമത്തെ ശ്ലോകം പറയുന്നത്. ഉപദ്രഷ്ടാനുമന്താച ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മേഭിചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപര. ഇന്ദ്രിയാതീതനായൊരു ഭോക്താവുണ്ട്. ഈ ശരീരത്തിൽ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ ആ പരമപുരുഷനെ പരമാത്മാവെന്ന് പറയുന്നു. ഇപ്പൊ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ട്, അല്ലെ? ഉപദ്രഷ്ടാവ് എന്ന് പറഞ്ഞ മേൽനോട്ടക്കാരൻ. അപ്പോ ഇന്ദ്രിയാതീതനായിട്ടുള്ള ഒരു ഭോക്താവ്, അല്ലെ? എൻജോയർ ഈ ശരീരത്തില് സർവാധിപതിയാണ്, സർവത്തിന്റെയും മേൽനോട്ടക്കാരനുമാണ്, അനുമതിദായകനുമാണ്. ആ പരമപുരുഷനെ പരമാത്മാവ് എന്ന് പറയും. എപ്പോഴും വ്യക്തിഗത ജീവാത്മാവിനോട് ചേർന്നിട്ടാ പരമാത്മാവ് ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് ഇവിടെ പറയാണ്.
സാമാന്യനായ ഒരു ജീവസത്തയല്ല ഈ പരമപുരുഷൻ എന്നുള്ളത്. അദ്വൈതികളുടെ ദൃഷ്ടിയിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ. ജീവാത്മാ പരമാത്മാക്കൾ വ്യത്യസ്തരല്ലെന്നാണ് അവര് പറയാ. അപ്പോ ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരണത് എന്താ? പരമാത്മാവായി എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നു എന്ന് പറയുന്നുണ്ട്. അല്ലെ, വ്യക്തിഗത ജീവാത്മാവിൽ നിന്ന് ഭിന്നനാണ് ആ പരമാത്മാവ്. പരൻ എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയൻ എന്നാ. വ്യക്തിഗത ജീവാത്മാവ് ഒരു പ്രത്യേക ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ, ആ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അനുഭവിക്കണത്. എന്നാല് ഈ ശാരീരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പരിമിതി പൂണ്ടിട്ടുള്ള ആ ലിമിറ്റഡ് കഴിവുകളുള്ള ഒരു ഭോക്താവ്, ഒരു എൻജോയർ അല്ല പരമാത്മാവ്. സാക്ഷിയാണ്, അല്ലെ, എല്ലാത്തിന്റെയും മേൽനോട്ടക്കാരനാണ്, അനുമതിദായകനാണ്, ഇന്ദ്രിയ അതീതനുമാണ് പരമാത്മാവ്. അപ്പൊ എന്താണ് ഈ ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും തമ്മിൽ വ്യത്യാസം? ഈ ജീവാത്മാവ് എന്താണ്, ഈ ഒരു പ്രത്യേക ശരീരത്തിലെ പ്രവർത്തനങ്ങളെയാണ് അനുഭവിക്കണത്. എന്നാ ഈ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഒന്നും പങ്കെടുക്കുന്ന ആളല്ല പരമാത്മാവ്. സാക്ഷിയാണ്, ഉപദ്രഷ്ടാവാണ്, അല്ലെ, എല്ലാ മേൽനോട്ടം വഹിക്കുന്ന ആളാണ്, അനുമതി കൊടുക്കുന്ന ആളാണ്, പരമ ഭോക്താവുമാണ്. അപ്പോ അത്രയും പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ആത്മാവും പരമാത്മാവും ഒന്നല്ല എന്ന്, അല്ലെ. അപ്പൊ പരമാത്മാവിന് സകല ദിക്കുകളിലും കൈകാലുകളുണ്ട്, വ്യക്തിഗത ജീവാത്മാവിന് അതില്ല, നമുക്കറിയാം. സർവേശ്വരനായ പരമാത്മാവ് വ്യക്തിഗത ജീവാത്മാവിന് അഭീഷ്ട ഭോഗങ്ങൾ കൈവരുത്താൻ വേണ്ടിയിട്ടാണ് ഹൃദയത്തിൽ വാണരുളുന്നത്. അപ്പൊ നമ്മളുടെയൊക്കെയും ഓരോരുത്തരുടെയും ഉള്ളില് പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് എന്തിനാ? നമ്മുടെയൊക്കെ അഭീഷ്ട ഭോഗങ്ങൾ കൈവരുത്തി തരാൻ വേണ്ടി തന്നെയാ. ഭഗവാന്റെ അനുമതി ഇല്ലാണ്ട് ജീവന് ഒന്നും ചെയ്യാനും പറ്റില്ല. വ്യക്തിഗത ജീവാത്മാവ് ഭുക്തനും, ഭഗവാൻ ഭോക്താവ് അഥവാ പരിപാലകനാണ് ഭഗവാൻ. എണ്ണമറ്റ ജീവാത്മാക്കളുടെ കൂടെ അവയോടൊപ്പം സുഹൃത്ത് എന്ന നിലയില് പരമാത്മാവ് വാഴുന്നുണ്ട്. എപ്പോഴും വ്യക്തിഗത ജീവാത്മാവ് പരമപുരുഷന്റെ അംശം മാത്രാണ്, അത് ഓർക്കണം. പക്ഷെ ഇവര് തമ്മിലുള്ള സുഹൃത് ബന്ധം വളരെ ഗാഠമാണ്. പ്രകൃതിയെ സ്വാധീനിക്കാനുള്ള ശ്രമം വരുമ്പോഴാണ് ഈ ഭഗവാന്റെ നിർദ്ദേശങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള പ്രവണത ഉണ്ടാവണത് ഈ ജീവന്. അങ്ങനെയുള്ള പ്രവണത ഉണ്ടാവുമ്പോഴാണ് ഭഗവാന്റെ തടസ്ഥ ശക്തി എന്ന അതിനാ പേര് വന്നേ. അപ്പോ തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന് 3 ശക്തി ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ മിഡിലുള്ളതാ, അല്ലെ. തട്ട്, നദീ തട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തടസ്ഥ ശക്തി എന്ന് പറഞ്ഞ ആ തടസ്ഥ ശക്തിക്ക് ആ അന്തരംഗ ശക്തിയിലേക്ക് പോണോ അതോ ബഹിരംഗ ശക്തിയിലേക്ക് പോണോ എന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാം. ഈ തടസ്ഥ ശക്തിയായിട്ടുള്ള ജീവാത്മാക്കൾക്ക് അന്തരംഗ ശക്തിയിലേക്ക്, അത് ആത്മീയതയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം, അല്ലെ. അല്ലാതെ ബഹിരംഗ ശക്തി, ഭൗതിക പ്രകൃതിയോട് ആസക്തരാവരുത്. ഹരേ കൃഷ്ണ. മനസ്സിലാവുണ്ടോ പ്രഭു? മനസ്സിലാവുണ്ടോ? കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതെ, കുറച്ചൊക്കെ മനസ്സിലാവണുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഇത്രയൊന്നും വിഷമല്ല കേട്ടോ. അടുത്ത അധ്യായങ്ങളൊന്നും, ഈ അധ്യായം തന്നെയാണ് വിഷമമുള്ളത്. അപ്പൊ ഈ ജീവാത്മാവിനെ ഭൗതിക ശക്തിയിൽ നിലയുറപ്പിക്കണോ ആധ്യാത്മിക ശക്തിയിൽ നിലയുറപ്പിക്കണോ എന്ന് ഈ തടസ്ഥ ശക്തിയായിട്ടുള്ള ഈ മിഡിലുള്ള നടുവിലുള്ള ശക്തിയാ നമ്മള് തടസ്ഥ ശക്തി, നദീ തട്ട് എന്നൊക്കെ പറയണ അത് അവർക്ക് തീരുമാനിക്കാം ഭൗതിക ശക്തിയിലേക്ക് പോണോ അതോ ആധ്യാത്മിക ശക്തിയിലേക്ക് നിലയുറപ്പിക്കണോ എന്ന് ഉള്ളത്. അപ്പൊ നമ്മള് എങ്ങനെ ഇപ്പൊ ഭക്തരാവാൻ പോണ നമ്മള് സാധകര്, നമ്മൾ എന്താ ചെയ്യാ? ഭഗവാന്റെ ആ ആധ്യാത്മിക ശക്തിയിലേക്ക് ചേരാനാണ് നമ്മൾ പ്രയത്നിക്കുന്നത്, അല്ലെ. അപ്പൊ ഈ ഓരോ ജീവാത്മാവിനെയും ആധ്യാത്മിക ശക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ തന്നെയാണ് ഭഗവാന് താല്പര്യമുള്ളത്.
എന്നാ തനിക്കുള്ള മിതമായ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിയിട്ട് ജീവൻ എന്താ ചെയ്യണേ? ആധ്യാത്മിക തേജസ്സിനോടുള്ള സമ്പർക്കത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുക അജ്ഞത കാരണത്താല്. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ് ചെയ്യണത്. ഭഗവാൻ നമുക്ക് സർവതന്ത്ര സ്വതന്ത്രരാക്കി വിട്ടിരിക്കുക അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോ ബദ്ധമായ അവസ്ഥയില് ജീവാത്മാവിന് ഈ നേരിടുന്ന ഭൗതിക ക്ലേശങ്ങൾക്കൊക്കെ കാരണം എന്താ? ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യണത് തന്നെ. അപ്പൊ ഭഗവാൻ ഉള്ളിൽ നിന്നും പുറമേ നിന്നൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നമുക്ക്. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഭഗവത് സ്മരണയിലിരിക്കണം അല്ലേ? അപ്പോ അതല്ലാത്തവര് ഭൗതിക ആസക്തി വെച്ചിരിക്കണവർക്ക് ഭഗവാന്റെ നിർദ്ദേശങ്ങളൊന്നും പിടിച്ചെടുക്കാൻ സാധിക്കില്ല, കിട്ടില്ല. അത് വേണ്ട സമയത്ത് കിട്ടില്ല. പരമാത്മാവായ ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കാൻ സാധിച്ച ബുദ്ധിമാനായ മനുഷ്യന് സച്ചിദാനന്ദാത്മകമായ ഒരു ജീവിതത്തിലേക്ക് പുരോഗമിക്കാൻ സാധിക്കും. അപ്പൊ ഏതിനും ഭഗവാനെ ആശ്രയിക്കാം, അതേ രക്ഷയുള്ളൂ നമ്മുടെ ശ്രേയസ്സിന്. ആത്മാവും പരമാത്മാവും ഒന്നല്ല. പരമാത്മാവിന് സകല ദിക്കുകളിലും കൈകാലുകളുണ്ട്. വ്യക്തിഗത ജീവാത്മാവിന് അതില്ല. പ്രകൃതിയെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൽ ഭഗവൻ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞ് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള പ്രവണതയുണ്ട് ജീവന്. സ്വാതന്ത്ര്യത്തിന്റെ ഈ ദുരുപയോഗം തന്നെ ബദ്ധമായ അവസ്ഥയിൽ ജീവാത്മാവിനെ നേരിടുന്ന ഭൗതിക ക്ലേശങ്ങൾക്ക് കാരണം. അപ്പോ ഇനി പ്രകൃതിയെയും പുരുഷനെയും ശരിയായി മനസ്സിലാക്കിയവൻ ഭഗവാൻ എന്നുള്ള ആ സത്യത്തിനെ അറിയുന്നു. അതാ 24-ാമത്തെ ശ്ലോകം പറയുന്നത്. യ ഏവം വേത്തി പുരുഷം പ്രകൃതി ച ഗുണൈഃ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. അപ്പൊ എന്തൊക്കെ അറിയണം? നമ്മള് ഭൗതിക പ്രകൃതിയെ അറിയണം, ജീവസത്തയെ അറിയണം, പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായിട്ട് അറിയണം. അങ്ങനെയുള്ളവർക്കാണ് മുക്തി ലഭിക്കുക. ഇപ്പൊ നമ്മൾ ഏത് ലെവലിലാണെങ്കിലും കുഴപ്പമില്ല, അവര് പിന്നെ ഈ ലോകത്തിൽ ജനിക്കില്ല. എന്തുണ്ടെങ്കില് ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ. ഇപ്പോഴത്തെ നമ്മുടെ തലം ഏത് തലത്തിലാണെങ്കിലും അത് വിഷയമല്ല എന്നാണ്. ശരിയായ അനുഭവജ്ഞാനം ഉണ്ടാവുമ്പോഴാണ് മുക്തി കൈവരിക എന്നാണ് ഇതിന്റെ ചുരുക്കം. അപ്പൊ ഭൗതിക പ്രകൃതി, വ്യക്തിഗതനായ ജീവാത്മാവ്, പരമാത്മാവ്, ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നേടിയവര് മുക്തിക്ക് അർഹരാണ്. ഭൗതിക പ്രകൃതിയിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതനാകാതെ പരവ്യോമത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ജ്ഞാനത്തിന്റെ ഫലം. ജ്ഞാനം നേടിയാല് അല്ലെ, ജീവാത്മാവ് യാദൃച്ഛികമായി ഭൗതിക ജീവിതത്തിൽ വീണുപോയതാണെന്ന സത്യമറിയൽ തന്നെ ജ്ഞാനത്തിന്റെ ലക്ഷ്യം. അപ്പോ നമ്മളിവിടെ കുടുങ്ങിപ്പോയത് എങ്ങനെയാ? യാദൃച്ഛികമായിട്ടാന്നാ പറയണേ. ആ സത്യം ജ്ഞാനത്തിന്റെ ലക്ഷ്യം. പ്രാമാണികത്വമുള്ള മഹാപുരുഷന്മാരുടെയും ആധ്യാത്മിക ആചാര്യന്റെയും സഹവാസം കൊണ്ട്, അതും പിന്നെ സ്വപ്രയത്നം കൊണ്ടുമാണ് നമുക്ക് നമ്മുടെ സ്ഥിതി മനസ്സിലാക്കാൻ പറ്റുക. ഭഗവത് പ്രോക്തമായ ഭഗവത്ഗീതയുടെ നിഷ്കൃഷ്ടമായ പഠനം കൊണ്ട് ആധ്യാത്മിക ബോധം, അതല്ലെങ്കിൽ കൃഷ്ണാവബോധം കൈവരിക്കാം. അങ്ങനെ വീണ്ടും ഭൗതിക ജീവിതം ഒഴിവാക്കാം, എടുക്കേണ്ടി വരില്ല. അവര് പിന്നെ ആധ്യാത്മിക ലോകത്തില് സച്ചിദാനന്ദമയമായ ജീവിതം അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ ഭഗവാനെ കുറിച്ച് അല്ലെ, ഭൗതിക പ്രകൃതി, വ്യക്തിഗതനായ ജീവാത്മാവ്, പരമാത്മാവ്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്നൊക്കെയുള്ള ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് അല്ലെ. ക്ഷേത്രജ്ഞനെ ശരിയായി അറിയാനുള്ള ഉപാധികള് വീണ്ടും പറയാണ് 25-ല്. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു, മറ്റു ചിലർ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും, ചിലർ നിഷ്കാമ കർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. അപ്പൊ പരമാത്മാവിനെ എങ്ങനെയൊക്കെ കാണുക? ചിലര് ധ്യാനം കൊണ്ടാവും, മറ്റു ചിലരോ ചർച്ചകളൊക്കെ ചെയ്തിട്ട്, അല്ല ഫിലോസഫിക്കൽ ഡിബേറ്റ് ഒക്കെ നടത്തിയിട്ട്, ചിലരോ നിഷ്കാമമായിട്ടുള്ള കർമ്മം അല്ലെ, കർമ്മയോഗം കൊണ്ട്. അങ്ങനെയാണ് ഭഗവാനെ അറിയുന്നത് എന്നിവിടെ പറയാണ്. വ്യക്തികൾ പലതരത്തിലുള്ള രീതികളാ അവലംബിക്കണത്.
അല്ലെ? ചിലര് ഗുരുവാക്യങ്ങളെ ശ്രദ്ധയോടെ മനനം ചെയ്തിട്ട് സത്യം കണ്ടെത്തും. കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി നേടിയിട്ട് ധ്യാനത്തിലൂടെ ഉറപ്പിക്കും. അല്ലെ? അങ്ങനെ പല വിധത്തിലാ. നാസ്തികർക്കും അജ്ഞേയതാവാദികൾക്കും സംശയാലുക്കൾക്കും ആത്മീയ ബോധം ഉണ്ടാവില്ല. സാഖ്യ സിദ്ധാന്തത്തിൽ ഭൗതിക പ്രപഞ്ചത്തെ 24 ഘടകങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 25ാമത്തെ ഘടകം ജീവാത്മാവാണ്. 26ാമത്തെ ഘടകം പരമാത്മാവാണ്. 25, 26 ഘടകങ്ങൾ ബോധ്യമാകുമ്പോൾ അവർ കൃഷ്ണാവബോധത്തിലേക്ക് തിരിയുന്നു. അപ്പൊ എന്താണ് ഈ ഭൗതിക പ്രപഞ്ചത്തിനെ 24 ഘടകങ്ങളായി വിഭജിച്ചിട്ടുള്ളത് നമ്മൾ മുമ്പേ കണ്ടു. ഇപ്പൊ 25ാമത്തേത് ഘടകമാണ് ജീവാത്മാവ്, 26ാമത്തെ ഘടകം പരമാത്മാവും. ഈ 26 ഘടകങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുമ്പോൾ കൃഷ്ണാവബോധത്തിലേക്ക് പ്രവേശിക്കും എന്നാ പറയണേ. പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാര് മാത്രാണ് ആത്മീയ ജ്ഞാനത്തില് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയാം. ഈ ഭൗതിക പ്രകൃതിക്ക് അപ്പുറം ആധ്യാത്മിക ലോകവും സർവ്വജീവികളിലും പരമാത്മ രൂപേണ വാണരുളുന്ന സർവ്വവ്യാപിയായ ഭഗവാനുമുണ്ട് എന്ന് അവർക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും ജ്ഞാനാർജനം കൊണ്ട് നിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെയും ഈ വിശ്വാസികളിൽ ഉൾപ്പെടുത്താം. അപ്പൊ ജ്ഞാനം ആർജിച്ചിട്ട് അല്ലെ അങ്ങനെ നമ്മൾ ഈ പരമസത്യത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവര് അവരും ഭക്തരുടെ വകുപ്പിൽ തന്നെ പെടും. കർമ്മയോഗത്തിലും താഴെ തലത്തിലുള്ളവര് എങ്ങനെയാണ് സത്യത്തിനെ അറിയുക? അതാണ് 26ാമത്തെ ശ്ലോകം പറയുന്നത്. അന്യേത്വേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേപി ജാതി തരന്ത്യേവാ മൃത്യും ശ്രുതിപരായണ. പിന്നെയും ചിലരുണ്ട്, വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഭഗവത് ചരിതം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ. പ്രാമാണികരിൽ നിന്ന് കേൾക്കുന്നതിൽ ഔത്സുക്യമുള്ളതുകൊണ്ട് അവരും ജനന മരണങ്ങൾക്ക് അപ്പുറം കടക്കുന്നു. അപ്പൊ അവര് വേറെ കൂട്ടര് കർമ്മയോഗത്തിലും താഴെ തലത്തിലുള്ളവര് പറയാണ്, ആത്മീയ തലത്തില് കുറച്ച് പുറകിലായാലും അവർക്കും ജനിമൃതി കടക്കാനാവും സാധിക്കും എന്നിവിടെ പറയാണ്. അവരെങ്ങനെയാ? ആധ്യാത്മിക ജ്ഞാനം കൂടുതൽ ഉണ്ടാവില്ല, എന്നാലോ മറ്റുള്ളവരിൽ നിന്ന് ഭഗവാന്റെ ചരിത്രങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ട് അവര് ഭഗവാന്റെ മഹിമ മനസ്സിലാക്കിയിട്ട് ആരാധിക്കാൻ തുടങ്ങും. അപ്പൊ പ്രാമാണികനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് കേൾക്കുന്നതില് അവർക്ക് എപ്പോഴും ഔത്സുക്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവര് ജ്ഞാനം ആർജിച്ച് പെട്ടെന്ന് തന്നെ ജനിമൃതികളെയൊക്കെ തരണം ചെയ്യും. ഇന്നത്തെ സമൂഹത്തില് ആത്മീയ കാര്യത്തിനെ കുറിച്ചുള്ള പഠനം ഇല്ല, അല്ലെ? സ്പിരിച്വൽ നോളജ് ഇല്ല, മെറ്റീരിയൽ നോളജ് മാത്രാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ശുദ്ധാത്മാക്കളാണെങ്കിൽ അവര് ശ്രവണ പ്രക്രിയയിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ്. ശ്രവണ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ പ്രധാനമായ കാര്യം തന്നെയാണ്. ആധുനിക ലോകത്തില് കൃഷ്ണാവബോധം പ്രചരിപ്പിച്ച ഈ ചൈതന്യ മഹാപ്രഭു ശ്രവണ പ്രക്രിയക്ക് പ്രത്യേക പ്രാധാന്യം തന്നെയാ കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇത്തിരി ലെവല് കുറച്ച് കുറഞ്ഞവരാണെങ്കിലും ഈ ലോകത്തോട് അറ്റാച്ച്ഡ് ആവാണ്ട് പുറകോട്ട് വന്നിട്ട് മൃത്യുവിനെ കടന്നിട്ട് അമൃതത്തിലേക്ക് മുന്നേറാം എന്നാണ്. ഇപ്പൊ ഭഗവാനെ കുറിച്ച് അറിയുന്നവരുടെ സേവകനാവാൻ ഓരോരുത്തരും പഠിക്കണം. ഭക്തസേവകനായാലും മതി, അല്ലെ? ഒരു വിശുദ്ധ ഭക്തനില് അഭയം പ്രാപിക്കാനും അദ്ദേഹത്തിൽ നിന്ന് ആത്മസാക്ഷാത്കാരത്തെ പറ്റി പഠിക്കാനും അദ്ദേഹത്തെ പിന്തുടരാനും ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ക്രമേണ ഒരു ശുദ്ധ ഭക്തന്റെ നിലയിലേക്ക് ഉയർത്തപ്പെടും എന്നാണ്. അപ്പോ പരമമായ സത്യത്തെ പറയാണ് 27ാമത്തെ ശ്ലോകം. യാവൽ സംജായതേ കിഞ്ചിൽ സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിധി ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും അതായത് കർമ്മമണ്ഡലത്തിന്റെയും ക്ഷേത്രജ്ഞന്മാരുടെ അതായത് കർമ്മമണ്ഡലങ്ങളെ അറിയുന്നവരുടെയും സംയോഗത്തിൽ നിന്നുള്ളവായതാണ്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന ഈ ചരമായതും അചരമായതുമായ എല്ലാം തന്നെ ഈ കർമ്മമണ്ഡലത്തിന്റെയും കർമ്മമണ്ഡലങ്ങളെ അറിയുന്നവരുടെയും സംയോഗത്തിൽ നിന്നാണ്. ക്ഷേത്രത്തിന്റെയും ക്ഷേത്രജ്ഞന്റെയും സംയോഗത്തിൽ നിന്നും ഉളവായതാണ്
ഏതൊരു വസ്തുവും ഭൗതിക പ്രകൃതിയുടെയും ജീവസത്തയുടെയും സമ്മേളനത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. സൃഷ്ടിക്കപ്പെട്ട ഏതൊരു വസ്തുവും ഭൗതിക പ്രകൃതിയുടെയും ജീവസത്തയുടെയും സമ്മേളനത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയും മലകളെയും ഒക്കെ പോലെ ചലനമറ്റവയുണ്ട്, ചലിക്കുന്നവയുണ്ട്. ഭൗതിക പ്രകൃതിയുടെയും ഉത്കൃഷ്ട പ്രകൃതിയായ ജീവാത്മാവിന്റെയും സമ്മേളന ഫലങ്ങളാണ് ഇവയൊക്കെ. ശ്രേഷ്ഠ പ്രകൃതിയായിട്ടുള്ള ജീവസത്തയുടെ സമ്പർക്കത്താൽ അല്ലാതെ ഒന്നിനും വളരാൻ സാധിക്കില്ല. പ്രകൃതിയും പദാർത്ഥവുമായുള്ള ബന്ധം എന്നും തുടർന്നു പോരും. ഭഗവത് പ്രേരിതമായിട്ടുള്ള സമ്പർക്കാണ് ഇതൊക്കെ. ഇവിടെ എല്ലാത്തിനും ജീവൻ ഉള്ളവയാണ് എല്ലാം, അല്ലെ? വെറും ഒരു കല്ലില് പോലും ഈശ്വരനുണ്ട് എന്നാ നമ്മൾ പറയണത്. പ്രകൃതിയും പുരുഷനും ചേർന്നതാണ് അതും. ചലിക്കുന്നത് ചലിക്കാത്തത് എന്നുണ്ട്. ജീവനുള്ളതാണ് എല്ലാം. ക്ഷേത്രജ്ഞ സംയോഗമുണ്ട് എല്ലാറ്റിലും. ഈശ്വര ചൈതന്യം അത് കാണാൻ നമുക്ക് സാധിക്കണം ഓരോന്നിലും. പരമമായ സത്യം അതാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാറ്റിലും ഈശ്വരനെ കാണാനാവുന്നവനാണ് ജ്ഞാനിയായിട്ടുള്ള ആള്. അതാ ഇവിടെ 28ാമത്തെ ശ്ലോകം പറയുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽ സവിനശ്യന്തം യപശ്യതി സപശ്യതി. സർവശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ കാഴ്ചയുള്ളവൻ. എല്ലാ ശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവും ഉണ്ട്, ഒപ്പം പരമാത്മാവും ഉണ്ട്. അങ്ങനെ ഈ ശരീരം നശിക്കണ ശരീരാണ്. ആ ശരീരം നശിക്കുമ്പോഴോ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ കാണുന്ന ആള് എന്ന്. സൃഷ്ടിക്കപ്പെട്ട ഏതൊരു വസ്തുവും ഭൗതിക പ്രകൃതിയുടെയും ജീവസത്തയുടെയും സമ്മേളനത്തിൽ നിന്നുണ്ടായത് തന്നെയാണ്. ശരീരം, അതിന്റെ ഉടമയായിട്ടുള്ള ജീവാത്മാവിന്റെ സുഹൃത്തായിട്ട് പരമാത്മാവ്, എല്ലാം സമ്പർക്കം, ഈ മൂന്നിന്റെയും ബന്ധം മനസ്സിലാക്കി കാണാൻ കഴിയുന്ന ആള് ജ്ഞാനിയാണ്. ആധ്യാത്മിക ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ട് മാത്രമാണ് ഈ മൂന്നിനെയും ശരിയായിട്ട് വീക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ദേഹനാശത്തിന് ശേഷം ജീവാത്മ പരമാത്മാക്കൾ ഉണ്ടാവും, നാശമില്ല അവയ്ക്ക്. എന്നെന്നും വിവിധ ചരാചരങ്ങളുടെ വടിവെടുത്തിട്ട് അവര് തുടർന്നുകൊണ്ടിരിക്കും എന്നാണ്. അപ്പൊ ഏത് വിധത്തിലായാലും ജീവാത്മ പരമാത്മാക്കൾ നിലനിൽക്കും, അവർക്ക് നാശമില്ല. ഇവരുടെ ശാശ്വതത്വം മനസ്സിലാക്കുന്നവനാണ് സത്യദർശികള് എന്ന്. ഈശ്വരനെ സർവത്ര കാണുന്നയാൾക്ക് തന്റെ ഉള്ളിലും ഈശ്വരൻ തന്നെയാണെന്ന് ഉറപ്പാവും. അതാ 29ാമത്തെ ശ്ലോകം പറയണത്. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്ത്യാത്മനാത്മാനം തതോ പരമാത്മാവിനെ ദർശിച്ച സ്വമനസ്സുകൊണ്ട് സ്വയം അധപ്പതിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോട് അയാൾ അടുക്കുന്നു. ഇന്ദ്രിയാതീതമായ ലക്ഷ്യം എന്താ? പരമപദപ്രാപ്തിയ, അല്ലെ? ഇപ്പൊ എവിടെയും ഏതൊരു ജീവിയിലും ഒരേ വിധം കുടികൊള്ളുന്ന ആ പരമാത്മാവിനെ ദർശിക്കാൻ സാധിച്ചാല് പിന്നെ ആ ആൾക്ക് അധപ്പതന ഇല്ല എന്ന്. ആ ആള് എന്താ കാണണേ? തന്റെ ഉള്ളിലും ഈശ്വരനെ തന്നെയാ കാണണത്, അല്ലെ? അന്തര്യാമിയായിട്ട് ഈശ്വരൻ ഉണ്ട് എന്ന ആ ആൾക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ നമ്മള് ശരിക്കും ഈ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ ആത്മവിശ്വാസം എന്നുള്ളത്, അത് ഒരു കോൺഫിഡൻസ് അല്ല അവിടെ പറയണേ, അല്ലെ? ഈശ്വര വിശ്വാസം എന്നാണ്. ഭഗവാനോട് അടുക്കാൻ തടസ്സമായ ഏതെങ്കിലും സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും, അല്ലെ, നമ്മുടെ ഉള്ളിലും ആ ഈശ്വരൻ ഉണ്ട് എന്നുള്ള ആ വിശ്വാസം വരും നമുക്ക്. അപ്പൊ ആധ്യാത്മിക ജീവിതത്തില് തനിക്കുണ്ടായിരുന്ന സ്ഥിതിയല്ല ജീവാത്മാവിന് ഭൗതിക ജീവിതം കൈക്കൊള്ളുമ്പോ കിട്ടണത്. ഭഗവാൻ പരമാത്മ രൂപേണ ഓരോ ജീവിയുടെ ശരീരത്തിലുണ്ട് എന്നറിഞ്ഞാല്, സർവഭൂതങ്ങളിലും ഈശ്വര സാന്നിധ്യം അനുഭവപ്പെട്ടാല് ഒരാള് ഈ അധപ്പതിച്ചു പോവില്ല. പിന്നെ ക്രമേണ ആത്മീയ ലോകത്തിലേക്ക് മുന്നേറാനും സാധിക്കും.
സാധാരണ നിലയിലെ വിഷയാസക്തമാണ് ആവുക. പക്ഷെ അത് പരമാത്മാവിലേക്ക് തിരിയണം. അങ്ങനെ തിരിഞ്ഞാല് മനുഷ്യന് ആധ്യാത്മിക ജ്ഞാനമാർഗത്തില് പുരോഗതി ഉണ്ടാവും. ആധ്യാത്മിക ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന സ്ഥിതിയല്ല ജീവാത്മാവിന് ഭൗതിക ജീവിതം കൈക്കൊള്ളുമ്പോൾ കിട്ടുന്നത്. അപ്പോ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാല് ആധ്യാത്മിക മാർഗത്തിൽ പെട്ടെന്ന് പുരോഗമിക്കാം. ഇങ്ങനെ അനുഭവപ്പെട്ടാല് പ്രകൃത്യാ ചെയ്യേണ്ട കർമ്മങ്ങള് സാക്ഷീഭാവത്തിൽ നോക്കിക്കണ്ട് ചെയ്യും എന്നാ 30ാമത്തെ ശ്ലോകം പറയണത്. പ്രകൃത്യേവ ച കർമാണി ക്രിയമാണാനി സർവശ യ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവൻ അത്ര യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. യഥാർത്ഥത്തിൽ കാഴ്ചയുള്ള ആളാരാ? ആത്മജ്ഞാനിയുടെ തലം. അതാ ഇവിടെ പറയണത്. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്നറിയാം. ആത്മാവ് സാക്ഷിയായിട്ട് ഇരിക്കണേ ഉള്ളൂ. ആത്മാവ് ഒന്നും ചെയ്യണില്ല. ഒരാൾ ചെയ്യുന്നത് എന്തും അത് സുഖത്തിനായാലും ദുഃഖത്തിനായാലും ശരി ചെയ്യാൻ ശരീരഘടന അയാളെ നിർബന്ധിക്കുകയാണ്. ആത്മാവാകട്ടെ ഈ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം അതീതനാണ്. അപ്പൊ പരമാത്മാവിന്റെ നിർദ്ദേശപ്രകാരം ഭൗതിക പ്രകൃതി നിർമ്മിച്ചതാണ് ശരീരം. അതിനെ സംബന്ധിച്ച പ്രവർത്തനങ്ങളൊന്നും ആരുടെയും കൺട്രോളിലല്ല. അപ്പൊ ഒരാൾ ചെയ്യുന്നത് അയാളുടെ സുഖത്തിനായാലും ദുഃഖത്തിനായാലും ചെയ്യാൻ ശരീരഘടന അയാളെ നിർബന്ധിക്കണതാ. മുൻ ജന്മങ്ങളിലൊക്കെയുള്ള ആഗ്രഹങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ ശരീരം ലഭിച്ചത്. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ശരീരം നൽകപ്പെട്ടു. മനുഷ്യൻ ആ ശരീരം കൊണ്ട് തദനുസൃതമായിട്ട് പ്രവർത്തിക്കണു. പ്രായോഗികമായിട്ട് ആഗ്രഹ നിവൃത്തിക്ക് ഉതകുന്ന വിധം പരമപുരുഷൻ ആസൂത്രണം ചെയ്ത ഒരു യന്ത്രം മാത്രമാണ് ശരീരം. ആഗ്രഹങ്ങൾ കാരണമാണ് ദുഃഖിക്കാനോ സുഖിക്കാനോ ഒക്കെ ഇടയാവുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുത്താല് യഥാർത്ഥമായിട്ട് കാണുന്ന ആളാണത്രേ അത്. അപ്പൊ ആധ്യാത്മിക ദർശനാണ് ജീവസത്തയെ കുറിച്ചിട്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുന്നതിലും എളുപ്പം തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് എന്താ? തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുന്നതാണ്. അതാ 31ാമത്തെ ശ്ലോകം പറയുന്നത്. യഥാ ഭൂത പൃഥക് ഭാവ മേഘസ്തമനുപശ്യതി തഥാ ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തഥാ. വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്ന് കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിലെത്തുന്നു. ബ്രഹ്മഭൂതാവസ്ഥ എന്നൊക്കെ ബ്രഹ്മനിർവാണം എന്നൊക്കെ നമ്മൾ പഠിച്ചു മുമ്പ് അല്ലെ. അപ്പൊ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയരുക ചെയ്യണത്. വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തും. എന്നിട്ട് ജീവജാലങ്ങളുടെ ആവിർഭാവം എങ്ങനെയാണ് ഉണ്ടായെന്ന് കാണും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബ്രഹ്മധാരണയില് എത്തുന്നത്. ജീവികളുടെ നാനാവിധ ശരീരങ്ങൾ ജീവാത്മാക്കളുടെ വിഭിന്നങ്ങളായ ആഗ്രഹങ്ങളിൽ നിന്ന് ഉളവാകുന്നു. ഭൗതിക ശരീരത്തിന്റെ നാശത്തിന് ശേഷം ആത്മാവ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. വലുത് ചെറുത് മനുഷ്യൻ മൃഗം എന്നൊക്കെയുള്ള ഭേദഭാവങ്ങളിൽ നിന്ന് മുക്തനാവണ വേളയിലാണ് വിശുദ്ധ പ്രജ്ഞനായിട്ട് തീരുക. തന്റെ ആത്മീയ വ്യക്തിത്വത്താലെ കൃഷ്ണാവബോധം വളർത്താൻ അപ്പോഴയാൾക്ക് കഴിയും. ആ സ്ഥിതിയില് അയാൾ എങ്ങനെ കാണും എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തില്. ജീവികളുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരം, അതിന് ചൈതന്യം നൽകുന്ന ക്ഷേത്രജ്ഞന് എങ്ങനെ ബന്ധമില്ലാതെ നിൽക്കാൻ സാധിക്കണോ? അതാണ് ഇവിടെ 32ാമത്തെ ശ്ലോകം പറയുന്നത്. അനാദിത്വം നിർഗുണത്വാത് പരമാത്മായം അവ്യയ ശരീരസ്ഥോപി കൗന്ദേയ നകരോതി ന ലിപ്യതേ. ശാശ്വതത്വത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. അപ്പൊ ഈ എന്താ പറയാ, ഭൗതിക ശരീരത്തിന്റെ ഉൽപ്പത്തിയില്
ഒരു ജീവാത്മാവ് പിറക്കാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. വാസ്തവത്തിൽ ജീവാത്മാവ് ജനിക്കണമില്ല, മരിക്കണമൊന്നുമില്ല. ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആത്മാവ് അതീന്ദ്രിയനാണ്, സനാതനനാണ്, നാശമില്ലാത്തതാണ്. സ്വഭാവേന ആനന്ദമയനാണ് ആത്മാവ്. ഭൗതിക പ്രവർത്തനങ്ങളിൽ ഒന്നും ഏർപ്പെടാറില്ല. തന്മൂലം ശരീര സമ്പർക്കം കാരണം ചെയ്യാനിടവരുന്ന കർമ്മങ്ങളോ ആത്മാവിനെ ഒട്ട് ബന്ധിക്കുന്നുമില്ല എന്ന്. ഇപ്പൊ വൈദ്യുതി കടത്തിവിടുന്നതിനാല് ഫാൻ കറങ്ങും, അല്ലെ? ഫ്രിഡ്ജ് തണുപ്പ് തരും. ഉപാധി വൈവിധ്യം അനുസരിച്ച് വ്യത്യസ്തതയുണ്ടാവും. ഏകദേശം ഇതുപോലെയാണ്. വൈദ്യുതി ഇവയെ ഒന്നും ബാധിക്കുന്നില്ല. ക്ഷേത്രജ്ഞൻ, അല്ലെ? ബന്ധമുണ്ട്, എന്നാലോ ബന്ധമില്ല എന്നും തോന്നും. അതുപോലെയാണ് ഭഗവാൻ ഒരു ഉദാഹരണം നൽകാണ് 33-ാമത്തെ ശ്ലോകത്തില്. യഥാ സർവഗതം സൗക്ഷ്മ്യാദാകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടിക്കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിലിരുന്നാലും അതിനോട് കൂടിച്ചേരുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം എന്താ പറഞ്ഞേ? ആകാശം എല്ലാവിടെയും ഉണ്ട്. സ്പേസ് എന്നാണ് ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം സർവവ്യാപിയാണ്. പക്ഷെ സൂക്ഷ്മഭാവം മൂലം ഒന്നിനോടും കൂടിക്കലരില്ല. അതേപോലെയാണ് ഈ ബ്രഹ്മഭാവനയിലാണ് ആത്മാവ്, അല്ലെ? ആത്മീയമാണ് ആത്മാവ്. അത് സ്പിരിച്വലാണ്. അപ്പോഴത് ശരീരത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ശരീരത്തിനോട് ചേരുന്നില്ല. ജീവാത്മാവും വിവിധ ശരീരങ്ങളിൽ ഇരുന്നാലും സൂക്ഷ്മഭാവം മൂലം അവയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ജീവന് ശരീരത്തോട് എത്രമാത്രം ബന്ധമുണ്ടോ ദേഹനാശത്തിനു ശേഷം എങ്ങനെ വിട്ടുപോകുന്നുവെന്നോ ഭൗതിക ദൃഷ്ടികൾ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. ശരീരത്തിനോട് എത്ര ബന്ധമുണ്ട് ഈ ജീവാത്മാവിന്, പിന്നെ ദേഹനാശത്തിന് ശേഷം എവിടേക്കാണ് പോണത്, ഇതൊന്നും നമ്മുടെ ഈ ഭൗതിക ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന്. ദേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ ചൈതന്യം ക്ഷേത്രജ്ഞൻ, എന്നാൽ ദേഹവുമായിട്ടൊരു ബന്ധമില്ല, അല്ലെ? മഹാകാശം, ഘടാകാശം പോലെ ആത്മാവിനോട് കുറച്ചെങ്കിലും സാമ്യതയുള്ളത് ഈ ആകാശത്തിനാ, സ്പേസിന്. ഒരേ ഒരു പരമാത്മാ എങ്ങനെ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കും? അതിന്റെ ഉദാഹരണാണ് 34-ാമത്തെ ശ്ലോകം. സമയായി, പക്ഷെ 2 ശ്ലോകം കൂടി ഉണ്ട് കേട്ടോ. യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. ഇപ്പൊ പ്രജ്ഞയെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങള് പലതാ. ഹൃദയസ്ഥനായ ജീവാത്മാ കണം ശരീരത്തെ മുഴുവൻ പ്രജ്ഞാഭാസുരമാക്കുന്നു. ആത്മാവ് വിട്ടുപോയ ശരീരത്തിൽ പ്രജ്ഞ ശേഷിക്കില്ല. ഇവിടെ ഭഗവത്ഗീത സൂര്യനെയും സൂര്യപ്രകാശത്തെയും ഉദാഹരണമാക്കുകയാണ്. സൂര്യൻ ഒരിടത്ത് നിന്നുകൊണ്ട് വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ഹൃദയസ്ഥനായ ജീവാത്മാ കണം ശരീരത്തെ മുഴുവൻ പ്രജ്ഞാഭാസുരമാക്കുകയാണ് ചെയ്യണത്. ശരീരത്തിലെ ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ അതിലെങ്ങും പ്രജ്ഞയുടെ പ്രകാശം ഉണ്ടാവും. ആത്മാവ് വിട്ടുപോയാലോ പിന്നെ പ്രജ്ഞ ശേഷിക്കില്ല, അല്ലെ? ജഡം ആയി മാറി. ക്ഷേത്രജ്ഞ വിഭാഗം ശരിയായി മനസ്സിലാക്കിയാല് അത് മാത്രം മതി പരമപദം ലഭിക്കാൻ. അതാണ് അവസാനത്തെ ശ്ലോകം പറയുന്നത്. 35. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ശരീരത്തിനും അതിനെ അറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. ആരൊക്കെയാണ് പരമപദം പ്രാപിക്കാൻ അർഹതയുള്ളവര്? ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ചും അവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്നും ജ്ഞാനദൃഷ്ടി കൊണ്ട്, അതായത് അറിവുകൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയ എന്താണ് എന്നറിയാനും കഴിവുള്ളവര് പരമപദം പ്രാപിക്കും.
ഈശ്വരനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കണം അല്ലെ, അങ്ങനെ ക്രമേണ ജ്ഞാനം നേടണം. അതിനുള്ള സത്സംഗാണ് ഈ വിശ്വാസമുള്ള മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം. ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുക, എന്നിട്ട് ജഡപദാർത്ഥവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കുക. അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആധ്യാത്മിക ഗുരു വിവിധ ഉപദേശങ്ങളാല് ശിഷ്യനെ ജീവിതത്തെ കുറിച്ചുള്ള ഈ ഭൗതിക സങ്കല്പത്തിൽ നിന്നൊക്കെ മുക്തനാവാൻ സഹായിക്കും. ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു അല്ലെ, ഭൗതിക ചിന്താസരണിയിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ജീവാത്മാവും പരമാത്മാവിലും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വിശദീകരിക്കുകയാണ് ഈ അധ്യായം. ജഡപദാർത്ഥവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് തിരിച്ചറിയലാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. അപ്പൊ ഈശ്വര സ്പർശമില്ലാത്തതൊന്നും ഇവിടെ ഇല്ല എന്ന് നമ്മൾ അറിയണം. ഈ ശരീരം ജഡാണ്. ഇതിനെ 24 മൂലകങ്ങളായിട്ട് വിശകലനം ചെയ്യാം. ഒരു സ്ഥൂലമായിട്ടുള്ള ആവിഷ്കാരമാണ് ശരീരം. മനസ്സും വൈകാരിക വൃത്തികളുമാണ് സൂക്ഷ്മ ആവിഷ്കാരങ്ങള്. ഈ 2 വിഭാഗങ്ങളുടെയും സങ്കലനം ജീവലക്ഷണങ്ങളാണ്. ഇവയ്ക്കൊക്കെ ഉപരി ജീവാത്മാവും ഉണ്ട്, പരമാത്മാവും ഉണ്ട്. അപ്പൊ ജീവാത്മാവും പരമാത്മാവും രണ്ടാണ്. ജീവാത്മാവിന്റെയും 24 മൂലകങ്ങളുടെയും സംയോഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിനെ പോലും പ്രവർത്തിപ്പിക്കണത്. ഈ പ്രത്യക്ഷ പ്രപഞ്ച ഘടനയെ ഇങ്ങനെ ജീവാത്മാവിന്റെയും ഭൗതിക മൂലകങ്ങളുടെയും സംയോജന ഫലമാണ് എന്ന് കാണാനും പരമാത്മാവിന്റെ സ്ഥിതി അറിയാനും ഒക്കെ സാധിച്ചവര് ആധ്യാത്മിക ലോകപ്രാപ്തിക്ക് ക്വാളിഫൈഡ് ആവും എന്നാണ്. മനനം കൊണ്ടാണ് ഇതൊക്കെ കൂടുതലും സാക്ഷാത്കരിക്കേണ്ടത് ഈ വിഷയങ്ങള്. ഈ അധ്യായം തന്നെ ഒരു ആധ്യാത്മിക ആചാര്യന്റെ സഹായത്തോടെ നിഷ്കൃഷ്ടമായി പഠിച്ചറിയേണ്ട ഒരു അധ്യായം തന്നെയാണ് ഇത്. ഇത് മനസ്സിലാക്കിയാല് പിന്നെ വേറൊന്നും പഠിക്കേണ്ട, പരമപദപ്രാപ്തിയായി എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെങ്കില് ചോദിക്കൂ, അറിയണതാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു തരാം, അറിയാത്തതാണെങ്കില് പറയുന്നുണ്ട്. അത് ആധ്യാത്മികാചാര്യന്റെ വിദഗ്ധമായ പരിശീലനത്തിൽ മാത്രമേ നമ്മൾ പഠിക്കാൻ പറ്റുമെന്ന് അവസാനം പറഞ്ഞു തന്നിരിക്കുകയാണ്. ഞാനൊക്കെ നിങ്ങളിൽ ഒരാള് മാത്രാണ് കേട്ടോ. എനിക്ക് കിട്ടുന്നതാണെങ്കിൽ പറഞ്ഞു തരാം, അതല്ലെങ്കിൽ ഗുരുവിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ മാതാജി പിന്നീട് ഇപ്പോൾ വേണമെന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാലും അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്ന് പറയാനുണ്ട് എനിക്ക്. അതെ, അങ്ങനെ ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ ചോദിക്കാൻ അതിലില്ല. മൊത്തത്തില് അത് കാരണം മനസ്സിലാക്കാൻ പിന്നെ ഒരുപാട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. മാതാജിയും ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് നമ്മള് കിട്ടുന്ന ജ്ഞാനങ്ങൾ ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പങ്കുവെക്കുക. അതെ, നിങ്ങളുടെ അറിവ് നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം. ഞാൻ എന്താ പറഞ്ഞെന്ന് അതിനേക്കാളും നിങ്ങൾക്കും അറിവുണ്ടാവും. അപ്പോഴത് നിങ്ങളെ ആഡ് ചെയ്യാം. കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കണം. ഇവിടെ പറഞ്ഞാലും മതി, എല്ലാവർക്കും മനസ്സിലാക്കാം. അപ്പൊ പ്രഭുക്ക് ക്ലാസ് എടുക്കുന്ന ആളല്ലേ പ്രഭുവൊക്കെ? നമ്മൾ അങ്ങോട്ട് അധികം എത്തിയില്ല. ഇവിടെ ഒന്നാമത് ഞങ്ങൾക്ക് എടുക്കുന്ന സ്ഥലമൊക്കെ കുറച്ച് താഴോട്ടാണ്. ഈ പിന്നെ ചോദ്യം 15 വന്നില്ലായിരുന്നു മാതാജി. 15-ാം അധ്യായത്തിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇപ്പോഴത്തെ ചോദ്യം ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും നോക്കാം, ഇംഗ്ലീഷും കൂടി കൂടെ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് മലയാളം കൂടിയിട്ട് വായിച്ചിട്ടൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷെ ഈ ഒന്നാമത് ചോദ്യം തന്നെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പ്രകൃതി, പുരുഷൻ, നേയം എന്നീ വാക്കുകളുടെ ഇംഗ്ലീഷ് അർത്ഥങ്ങളല്ല മലയാള അർത്ഥം പറയാനാ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെങ്കിൽ അതൊന്നും ഇതിൽ ശരിക്ക് വിവരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വിവരിക്കാതെ ഇങ്ങനെ പ്രകൃതി, പുരുഷൻ അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതിക പ്രകൃതിനെയാണോ മാതാജി ശരിക്കും കണക്കാക്കുന്നത്? അല്ലേ? പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലേ?
പിന്നെ ജ്ഞേയം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനെ വിഷയീഭവിക്കുന്നതാണ് പറയും. അതെ. അങ്ങനെ എഴുതിയാൽ മതി. അല്ല, അത് ഒരു സംശയം ചോദിക്കുകയാണ്, ഉത്തരമായിട്ട് പറയാനല്ല പറഞ്ഞത്. എന്താണ് അറിയേണ്ടത് നമ്മൾ എന്താ ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, അവ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ശരിയായിട്ട് അറിയുന്ന ആള്, അതാണ് ജ്ഞാനവും, അത് തന്നെയാണ് അറിയേണ്ടതും. അതാണ് ജ്ഞേയം എന്ന് പറയുന്നത്, അറിയാനുള്ളത്. ജ്ഞേയം. അത് ചെറിയ ചോദിച്ചാൽ അത് ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ഇങ്ങനെ വന്നുകൊണ്ട് ഒരു ചെറിയ സംശയം, അങ്ങനെ എഴുതിയാൽ മതിയോ എന്നുള്ളത് ചോദിച്ചാണ്. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും? ഹരേ കൃഷ്ണജി. പറയാം മാതാജി. ഇന്നത്തേതിലല്ല, എനിക്കൊരു സംശയം കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു. അതില് 6-ാമത്തെ ശ്ലോകത്തില് 6ലും 7ലും ശ്ലോകങ്ങളില് 24 ഘടകങ്ങളെ കുറിച്ച് പറയുന്നില്ല മാതാജി? അതില് അവ്യക്തം ഏവച പറയുന്നില്ല. അവ്യക്തം എന്ന് പറയുന്ന ഒരു ഘടകത്തിനെ കുറിച്ച് പറയുന്നില്ല. അത് മഹത്വത്വമാണ് ഉദ്ദേശിക്കുന്നത് മാതാജി? മഹത്വം. മാതാജി, എന്റെ സംശയം പിന്നെ ഞാനൊരു ഒരു ഭാഗവത്തിലൊരു പ്രഭാഷണം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 24 ഘടകങ്ങളെ കുറിച്ചിട്ട്. അതിൽ പറയുന്നത് പ്രകാരം 24ാമത്തെ ഘടകം എന്ന് പറയുന്നത് പൊല്യൂട്ടഡ് കോൺഷ്യസ്നെസ് എന്നാ പറയുന്നത്. പിന്നെ ചേതന, ദൂഷിത് ചേതന എന്ന് പറയുന്നത്. അപ്പൊ അത് ഭാഗവത്തിൽ പറയുന്നത് ദൂഷിത ചേതനയാണെന്നാണ് പറയുന്നത്. അത് ആ ക്ലാസ്സിൽ പറയുന്ന പ്രകാരം മഹത്വത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് മാതാജി. അതായത് ഭഗവാന്റെ കാലശക്തി പ്രധാനിൽ പതിക്കുമ്പോൾ, അതായത് നമ്മൾക്ക് സൃഷ്ടി എപ്പോഴും തുടങ്ങി എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ എപ്പോഴാണ് ആത്മീയ ലോകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ നമ്മളെ മഹാകൽപ്പത്തിന്റെ ശേഷം, പ്രളയത്തിന് ശേഷം വീണ്ടും ഭഗവാൻ സൃഷ്ടി ആരംഭിക്കുന്ന സമയത്ത് ഭഗവാൻ അപ്പൊ അവിടെ പ്രധാനത് പിന്നെ ഇനാക്റ്റീവ് ആയിരിക്കും. നിഷ്ക്രിയമായിട്ടുള്ള ആ പ്രധാന ഭഗവാന്റെ ദൃഷ്ടി പതിയുമ്പോൾ, അപ്പോഴാണത് ആ പ്രധാനും ഭഗവാന്റെ കാലശക്തിയും കൂടി മിക്സ് ആവുമ്പോഴാണ് അത് മഹത്വത്വമായിട്ട് മാറുന്നത്. പിന്നെ മഹത്വത്വത്തിന്റെ വീണ്ടും മഹത്വത്വത്തിന്റെ പേരിൽ കാലശക്തി വീണ്ടും ഭഗവാന്റെ ദൃഷ്ടി വീണ്ടും പതിയുമ്പോൾ അത് മിഥ്യാഹങ്കാരമായിട്ട് മാറുന്നു. അങ്ങനെ 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 ആ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ മിഥ്യാഹങ്കാരമായിട്ട് വീണ്ടും അഹങ്കാരം രജോ ഗുണമായിട്ട് സമ്പർക്കം പറയുമ്പോ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അങ്ങനെ വരുന്നു. പിന്നെ തമോ ഗുണമായിട്ട് വരുമ്പോ പിന്നെ ഇന്ദ്രിയ വിഷയങ്ങൾ വരുന്നു. അങ്ങനെ അങ്ങനെ സത്വഗുണമായിട്ട് വരുമ്പോ അത് മനസ്സ് വരുന്നു. അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ 24 ഘടകങ്ങളിൽ പറയുന്ന ഒന്നിതാണ് ദൂഷിത ചേതന. അതൊരു ക്ലിയർ ചെയ്യണമെന്നുണ്ട്, ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് നമ്മുടെ 6ലും 7ലും എന്താ പറഞ്ഞേക്കണേ? ഇതിലിപ്പോ രാഗദ്വേഷങ്ങളില് പെടുന്നതല്ല അല്ലെ? അത് മാതാജി ഇതല്ലേ പിന്നെ അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായിട്ടില്ലേ പറയുന്നത്? 24 ഘടകങ്ങളും പിന്നെ രാഗദ്വേഷങ്ങള്, സുഖദുഃഖങ്ങള്, സമദൃഷ്ടി, ജീവലക്ഷണങ്ങള്, ദൃഢവിശ്വാസം എന്നിവയെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനല്ലേ മാതാജി? അതെ. അഹങ്കാരത്തിനെയാണോ പറയണേ ദൂഷിത ചേതന? അല്ല മാതാജി, ഇത് പിന്നെ പ്രധാനും കാലശക്തിയും അത് മിക്സ് ആവുമ്പോൾ മഹത്വത്വവും, മഹത്വത്വവും വീണ്ടും കാലശക്തിയും കൂടി മിക്സ് ആവുമ്പോ അങ്ങനെയാണ് മിഥ്യാഹങ്കാരം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ദൂഷിച്ചേന പറഞ്ഞാല് ആത്മീയ ലോകത്തുനിന്ന് പിന്നെ മലിനബോധം, ജീവാത്മാവ് ആ ദൂഷിത ചേതനയായിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്, ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അതാണ് ഒരു ഘടകം എന്നാണ് ആ പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടത്. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ പറയുന്ന പാരഗ്രാഫ് നോക്കൂ, 667 പാരഗ്രാഫ്. മിഥ്യാഹങ്കാരത്തിന്റെ സ്ഥൂലമായ പ്രതിനിധാനങ്ങളാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഭൗതിക സങ്കല്പത്തിന്റെ അല്ലെങ്കിൽ അജ്ഞാന വിധേയമായ തമോമയമായ ബുദ്ധി, അതൊക്കെയല്ലേ ഈ ചേതന എന്ന് പറയണ, ദൂഷിത ചേതന എന്ന് പറയണ ഉദ്ദേശിക്കണേ? അജ്ഞാന വിധേയമായ തമോമയ ബുദ്ധിയുടെ മിഥ്യാഹങ്കാരത്തിന്റെ ആദ്യ രൂപങ്ങളായവ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അവ്യക്ത ദശയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ അവ്യക്ത ദശയിലുള്ള ത്രിഗുണങ്ങളെയാണ് പ്രധാനം.
ആണോ? ഇതാണോ? ത്രിഗുണങ്ങൾ ആദ്യമേ അതിലുണ്ട് അല്ലെ മാതാജി? ആ പ്രധാനിൽ ആദ്യമേ ഉണ്ട്. 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 എല്ലാത്തിലും ത്രിഗുണങ്ങൾ ഉണ്ടല്ലോ. ത്രിഗുണങ്ങൾ ആ ത്രിഗുണങ്ങളുണ്ട്. അതെ. മഹത്തത്വത്തിലും ഉണ്ട് ത്രിഗുണം. അതിലെ സത്വഗുണം കൂടി വരുമ്പോഴാണ് അഹം ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാവണേ. തമോ ഗുണം കൂടിയിരിക്കുമ്പോഴാണ് അഹങ്കാരമാവണത്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ് അത്. അതെ അതെ. മഹത്തത്വം ഇതൊക്കെ ഞങ്ങള് ഭക്തിശാസ്ത്രിക്ക് പഠിക്കുമ്പോ എന്തൊക്കെയോ തോന്നണ പോലെ എഴുതി വെച്ചേക്കായിരുന്നു ആൻസർ. ഞങ്ങള് ഒന്നും ഒക്കെ ചോദിക്കും, ഒക്കെ സംശയം ചോദിക്കുമ്പോ ഒക്കെ പറഞ്ഞു തരും. അപ്പൊക്കെ തലയാട്ടി കേൾക്കും. എന്നിട്ട് എഴുതാൻ നേരം നോക്കുമ്പോ ഒന്നും അറിയണില്ല എഴുതാന്. അങ്ങനെയായിരുന്നു ഞങ്ങളെയൊക്കെ. ഇപ്പോഴും ശരിക്കും ഒരു നിർവചനം ചോദിച്ചാ പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ മഹത്തത്വത്തിന്റെ. അത് കൂടുതലും ഈ ഭാഗവതത്തിലാണ് അധ്യായത്തിൽ അതുകൊണ്ട് ഏ അത് കൂടുതലും വിശദീകരിക്കുന്നത് ഭാഗവത്തിലാണ്. ആ അതുകൊണ്ടാണ് ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാക്കാം. മാതാജി ഈ അധ്യായങ്ങൾ കവർ ചെയ്യുന്നത് ജ്ഞാനമാർഗത്തിലൂടെ നമുക്ക് ഭക്തിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, ഉയരാൻ അതെ വേണ്ടിയിട്ടുള്ള. അതെ അതെ. ജ്ഞാനയോഗല്ലേ ഇപ്പൊ 13-ാം അധ്യായം തൊട്ട് നമ്മള് അതെ നോക്കണേ. അതിലൂടെ അങ്ങനെ നമുക്ക് ഭക്തിയിലേക്ക് വരാവുന്നത്. അതെ, ഭഗവാനെ കുറിച്ച് പരിപൂർണ ജ്ഞാനം നേടുക, വേറെ ഒന്നും വേണ്ട എന്നുള്ളതാ. ഏറ്റവും ഭക്തി യോഗമാണ് ഏറ്റവും ഈസി പ്രോസസ് എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനുള്ള ജ്ഞാനം എങ്ങനെ നേടാം, അതാണ് ഇപ്പൊ ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ കാണാൻ പോണേ. നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. ഈ ഭക്തിയിൽ ഉയരാൻ നമുക്ക് എത്രത്തോളം ജ്ഞാനം, എങ്ങനെയൊക്കെ ഭഗവാനെ കുറിച്ച് അറിയണം, അത് മാത്രം അറിഞ്ഞാൽ മതി. വേറെ ഇങ്ങനെയുള്ള ടെക്നിക്കൽ വേർഡിന്റെ ഒന്നും പിന്നാലെ തൂങ്ങിയിട്ട് കാര്യമില്ല. എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടാ ഈ മഹത്തത്വം. എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാ. ഈ അധ്യായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഒന്നും പ്രയാസമുള്ള അധ്യായമില്ല. ഇത് സ്പീഡ് പോകുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാനല്ലേ? നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇത് കഴിയുമ്പോഴേ അവര് പെട്ടെന്ന് എക്സാം പോകണമെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സമയം, കാരണം എല്ലാവരും ഒരുപോലെയല്ലോ മാതാജി. കുറെ ആൾക്കാർ കുറച്ചറിയുന്നവരുണ്ട്, കുറച്ച് കൂടുതൽ അറിയുന്നവരുണ്ട്, അതിനും താഴത്തെ ലെവലിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ പഠിച്ചാലേ എഴുതാൻ പറ്റും മാതാജി. അപ്പൊ അങ്ങനെ അത് മാതാജി ഒന്ന് ഇടപെടുകയൊക്കെ വേണം ആ സമയത്ത്. കാരണം ഈ അധ്യായങ്ങളിൽ കുറച്ച് വിഷമമുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി സമയം കൊടുക്കണം എന്നൊക്കെ നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല. കുറച്ച് അങ്ങനെ പോയാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സമയം കിട്ടും ആൾക്കാർക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്. വേറൊന്നുമില്ല. ഇപ്പൊ ഇവരിപ്പം നമ്മള് ഒരു 3 ആഴ്ച കൊണ്ട് നമ്മള് 18 അധ്യായം തീർക്കാൻ, 18ാമത്തും തീർന്നു പറഞ്ഞാൽ ഓക്കെ, 2 ആഴ്ച കൊണ്ട് എക്സാം വെക്കാന്ന് പറയും. ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് മെല്ലെ പോയാൽ നമുക്ക് അത്രയും സമയം ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കിട്ടും, പഠിക്കാനും. ഇപ്പൊ അവരവരെ ക്ലാസ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ ശനിയാഴ്ചയല്ലേ അവരവരെ ക്ലാസ് വെക്കുന്നത്. അപ്പൊ അതിലിപ്പോ നമ്മള് ഈ ഒരു അധ്യായം മാത്രമേ പറയാൻ പറ്റില്ല. അത് ശരി. അപ്പുറം പോവില്ല. അപ്പൊ 5 ഇത്രയും 6 ഇത് കഴിയേണ്ടിരിക്കുന്ന 6 ആഴ്ച നമുക്ക് അത് തന്നെ വേണം. ഇനിയിപ്പോ നമുക്കിപ്പോ 4 ദിവസം ഈ ആഴ്ചയിൽ കിടക്കുകയാണ്. ആ ദിവസം കൊണ്ട് നമ്മൾ ചിലപ്പോ 2 അധ്യായം തീർത്തേക്കും. അടുത്ത 2 അധ്യായം 20 ശ്ലോകങ്ങളിലേ ഉള്ളൂ. 20 ശ്ലോകങ്ങൾ, 15 പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമേ ഉള്ളൂ പ്രഭു, ഈ ഒരു അധ്യായം മാത്രമേ ടഫ് ഉള്ളൂ. നോക്കാം, മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. ഇനിയുള്ളതൊക്കെ എത്ര എളുപ്പാ. ശരിയാ, ചിലപ്പം 14ഉം 15 ഇത്രയും നല്ല അധ്യായങ്ങളാണെങ്കിലും ഇത്രയും പ്രയാസം ഉണ്ടാവില്ലായിരിക്കും. ഇല്ല, ഇത്രയൊന്നും ഇല്ല പ്രയാസം. ഇതാണ് ഏറ്റവും ടഫായിട്ടുള്ളത്. പക്ഷെ ഇത് പഠിച്ച് മനസ്സിലാക്കിയ രക്ഷപ്പെട്ടു. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും ഉണ്ടോ?
നാളെ 8 മണിക്കാണോ 8:30ക്കാണോ വരിക? 8 മണി തന്നെ. അല്ല, ഈ മാസം മുഴുവൻ വേണമെന്നല്ലേ പറഞ്ഞത്? എന്തോ ഈ മാസം മുഴുവനും ദാമോദരാരതി എന്നല്ലേ ഓ പറഞ്ഞത്? അതുകൊണ്ടാ പറഞ്ഞത്. അത് ആ അറിയില്ലായിരുന്നു ഞാൻ. ആ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ടെമ്പിൾ ഞാൻ പ്രോഗ്രാം ഒക്കെ ഉള്ളവരെ, സേവയുള്ളവര്. അതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും 8:30ക്കായിരിക്കും ഈ മാസം ആ അല്ലേ? ആ ഈ മാസം കഴിഞ്ഞു. ഞാൻ ഇത് മെസ്സേജ് കണ്ടിട്ടായിരുന്നു. ഞാൻ നെറ്റിലായിരുന്നു. ഞാനിപ്പോ വൈകുന്നേരം ഓൺ ചെയ്തപ്പോഴാണ് ആരോ ചോദിച്ചത് ഇന്ന് 8:30ക്കാണല്ലോ എന്ന്. 3-4 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നോട് ലാംഗ്വേജ് ലീഡറെ പറഞ്ഞത് അവർക്ക് ഇങ്ങനെ ദാമോദരാരത്തിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ശരിയായിരിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ നാളെ കാണാം കേട്ടോ.